പകൽ കർത്താവിന് ഇതിനകത്ത് എന്തോ ചെയ്യാനുണ്ട്, അത് ഉറപ്പാണ്. നിങ്ങൾ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. എത്ര അലക്ഷ്യമാക്കാൻ പിശാച് ശ്രമിച്ചാലും വിട്ടുകൊടുക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തികളും നീക്കുപോക്കുകളും ദൈവം നിർണയിച്ച സമയത്ത് എത്തിപ്പിടിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ കാതിൽ, പുറമേയുള്ള കാതിൽ കേട്ട് നഷ്ടപ്പെടുത്തരുത്. ഹൃദയത്തിന്റെ അകത്ത് ഏറ്റെടുത്ത് ശക്തിയോടെ പ്രാർത്ഥിക്കണം. നമ്മൾ നീക്കുപോക്കുകൾ കണ്ട് കർത്താവിനെ സ്തുതിക്കും, ദൈവത്തിന്റെ വിടുതൽ കണ്ട് കർത്താവിനെ സ്തുതിക്കും. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമെന്ന്, എൻ്റെ കർത്താവ് എനിക്ക് വിടുതലിന്റെ ദൈവമായിരുന്നു എന്ന്, എൻ്റെ കർത്താവ് എനിക്ക് മരണത്തിന്റെ നീക്കുപോക്ക് തരുന്ന ദൈവമായിരുന്നു എന്ന് ഇതിനകത്ത് ചിലരെങ്കിലും എഴുന്നേറ്റ് സാക്ഷിക്കത്തക്കവണ്ണം അസാധാരണമായ ചില വിടുതലുകളെ ഇന്ന് പകൽ കർത്താവ് ചെയ്യും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. ഏത് സാഹചര്യത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും എന്ന് വിശ്വസിക്കണം. ഞാൻ ചില കാര്യങ്ങൾ ഓടിച്ച് പറഞ്ഞ് ഒറ്റ ചിന്തയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ശക്തിയോടെ പരിശുദ്ധാത്മാവ് തന്നത്. അത് ഹല്ലേലൂയ പ്രസംഗിക്കാനുള്ള ചിന്തയല്ല, ചിലതിൻ്റെ അകത്ത് വ്യക്തതയോടെ ഇന്ന് പകൽ വിടുതൽ കാണാൻ ദൈവം തന്ന ഒരു ദൂതെന്ന എൻ്റെ വിശ്വാസം. നാളെയല്ല, ഇന്ന് പകലിൽ തന്നെ ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ചിലതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ചില മറുപടികളുമായി ദൈവം ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, വലിയ വിശ്വാസം വരട്ടെ. സ്തോത്രം. 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യത്തിൽ ഇതേ ദാവീദ് ഹല്ലേലൂയ ആമേൻ തൻ്റെ അനുഭവത്തെ പറയുന്നുണ്ട്. സ്തോത്രം. ഞാനത് പറയാം, നമുക്കറിയാന്നുള്ള വാക്യമാണ്. ഞാൻ യഹോവയ്ക്കായി കാത്ത് ഇരുന്നു, അവൻ ഹല്ലേലൂയ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അടുത്തെന്നതാ പറയുന്നേ? നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും പ്രാർത്ഥിച്ച സാഹചര്യവുമാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാന്നുള്ള വാക്കുകളായതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ ക്ഷീണിക്കരുത്. ഒന്ന് ശ്രദ്ധിച്ചേ. നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്, അതിനകത്ത് നാശകരമായ കുഴി എന്ന് പറയുമ്പോൾ തന്നെ നശിക്കുമെന്ന അവസ്ഥ ഉറപ്പാണ്. ഇവിടെ നിന്ന് കരകയറച്ചില്ല, ഇവിടെ നിന്ന് എനിക്കൊരു നീക്കുപോക്കില്ല. കുഴഞ്ഞ ചേറ, അവിടെ ആരും വരത്തില്ല. ആമേൻ. ഇത് ആമേൻ സ്തോത്രം. ജീവിത അനുഭവത്തെ, നമ്മുടെ ജീവിതത്തെ അതുമായി ബന്ധപ്പെട്ട് ദാവീദ് തൻ്റെ ജീവിതത്തെ വിവരിച്ചിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ഇനി എഴുന്നേൽക്കാൻ പറ്റാതെ, ഇനി രക്ഷപ്പെടാൻ പറ്റാതെ, ഇനി സൗഖ്യമാക്കാൻ പറ്റാതെ, ഞാൻ വീണ്ടും പറയുന്നു, ആമേൻ, എന്തോ അസാധാരണമായതിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ പോവുക. ഒരിക്കലും നടക്കത്തില്ല, സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ ചുരുള് ചമ്പുരാൻ ഇന്ന് പകൽ അഴിക്കാൻ പോവുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു മനുഷ്യൻ അവിടെ ഇറങ്ങി വരത്തില്ല. നാശകരമായ കുഴിയിൽ നിന്നെ രക്ഷിപ്പാൻ ഞാൻ ഇറങ്ങി വന്നാൽ ഞാനും നശിക്കും, അതാ അവസ്ഥ. സ്തോത്രം. അതുകൊണ്ട് ആരും വരത്തില്ല. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ഒരു ഭക്തൻ നിലവിളിച്ചു. സ്തോത്രം. ഞാൻ അതുകൊണ്ട് ഇന്ന് പകൽ പറയട്ടെ, വിശദീകരണം ഇല്ലാതെ പറയട്ടെ, നിന്റെ സാഹചര്യത്തിന്റെ അകത്ത് നിനക്ക് വിടുതൽ തരുന്ന ദൈവത്തോട് നിലവിളിക്കാൻ പറ്റിയാൽ ഒരു മനുഷ്യനും വരാത്ത ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരും. ഇന്നലെ പ്രഭാതത്തിൽ ദൈവദാസനിലൂടെ കേട്ടു, കടലാനയുടെ വയറ്റിനകത്തിരുന്ന് കരഞ്ഞവന്റെ നിലവിളി. സ്തോത്രം. ആ കടലാനയുടെ വയറ് തുളച്ച്, ആ ഹല്ലേലൂയ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്ന കടലാനയുടെ വയറ് തുളച്ച് ആ ജലത്തെ എല്ലാം ഭേദിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം മുകളിൽ വന്ന അന്തരീക്ഷ പടലത്തെ ഭേദിച്ചുകൊണ്ട് ആമേൻ ദൈവ സന്നിധിയിലെത്തി. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, നിങ്ങൾ പറയും ദൈവം സർവ്വവ്യാപിയല്ലേ എന്ന്. അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങൾ വായിച്ചാൽ എൻ്റെ പ്രാർത്ഥന അവിടെ എത്തി എന്ന് അദ്ദേഹം പറയുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സന്നിധിയിലേക്ക് ആ പ്രാർത്ഥന എത്തുവാനിടയായി. എന്താ വിഷയം എന്നറിയാമോ? ആമേൻ സ്തോത്രം. എനിക്ക് എൻ്റെ ദൈവം വിടുതലിന്റെ ദൈവമാണ് എന്ന് വിശ്വാസത്തോടെ ഒരുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, സർവ്വ തടസ്സത്തെയും ഭേദിച്ചുകൊണ്ട് പ്രാർത്ഥന ദൈവസന്നിധിയിലെത്ത് ദൈവം വിടുവിപ്പാനിടയാകും. നാശകരമായ കുഴിക്കകച്ച് കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തൻ നിലവിളിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചേ, നിന്റെ ഭാവി എന്തായി? കർത്താവിന്റെ സന്നിധി ഞാൻ പറയട്ടെ, നിലവിളി കേട്ട ദൈവം ഇറങ്ങി വന്ന് ആരും കൈ കൊടുക്കാത്തിടത്ത് കൈ കൊടുത്ത് തന്നെ എടുത്ത് തൻ്റെ പാദത്തെ പാറമേൽ ഉറപ്പിച്ച് തൻ്റെ നാവിൽ പുതിയ ഒരു പാട്ട് കൊടുത്തു എന്ന് ആ ഭക്തൻ പറയുന്നെങ്കിൽ അത് നമ്മുടെ അനുഭവമായി മാറണം. പുതിയ പാട്ട് നമ്മൾ പാടണം, പുതിയ ഇടത്ത് നമ്മൾ നിൽക്കണം. എന്നും അതിൻ്റെ അകത്ത് കിടന്ന് ആരാധിക്കുകയല്ല, എന്നും ആ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് കൈയടിക്കുകയല്ല, അവിടെ കിടന്ന് സ്തോത്രം ചെയ്യുകയല്ല. ഇന്ന് പകൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ ആലയത്തിന്റെ അകത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുമ്പോൾ ഇതിന്റെ അകത്തിരുന്ന് നിന്റെ ഭാരത്തെ നീ ദൈവത്തോട് പറയണം, നിന്റെ പ്രശ്നത്തെ നീ ദൈവത്തോട് പറയണം, നിന്റെ വിഷയത്തെ നീ ദൈവത്തോട് പറയണം. സ്തോത്രം. ആമേൻ. നീയും നിന്റെ ദൈവവും മാത്രമായി ഒരു ഹല്ലേലൂയ ഇടപെടൽ ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ നടന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നീയും സാക്ഷ്യം പറയും. സ്തോത്രം. ചെറിയ വിഷയമൊന്നും പറയല്ലേ, വലിയ വിഷയങ്ങളെ
വലിയ നാളുകളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ പറയണം. നമ്മൾ ഈ വായിച്ച 68-ാം സങ്കീർത്തനം, അതിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സങ്കീർത്തന ഭാഗത്തുനിന്ന് പെട്ടെന്ന് എനിക്ക് മാറണം. പക്ഷെ ഞാൻ ചിന്തിച്ചതുപോലെ അല്ല ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിയന്ത്രിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളതിൻ്റെ ഹല്ലേലൂയ 68-ാം സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു. അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു, തീങ്കൽ മെഴുകുരുന്നത് പോലെ ദുഷ്ടൻ ദൈവസന്നിധിയിൽ നശിക്കുന്നു. ഈ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത ദുഷ്ടന് ദൈവം കൊടുക്കുന്ന നാശവും നീതിമാന് ദൈവം കൊടുക്കുന്ന വിടുതലും. നിങ്ങൾ ആ വാക്യം തുടർമാനമായി വായിച്ചാൽ മനസ്സിലാകും. അവിടെ ഒറ്റ കാര്യം എഴുതിയിരിക്കുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറും. ദൈവത്തെ എഴുന്നേൽപ്പിക്കണം, ദൈവത്തെ എഴുന്നേൽപ്പിക്കണം. ദൈവം ഉറങ്ങോ? ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. സ്തോത്രം. പക്ഷേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എനിക്ക് വേണ്ടി യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ എന്റെ കർത്താവിന്റെ ശബ്ദം ഇന്ന് പകൽ കേൾക്കണം. അവൻ എഴുന്നേൽക്കണം. ആമേൻ. സ്തോത്രം. പ്രതിയോയ പിശാച് അലറുന്ന സിംഹം പോലെ വരുന്നുണ്ട്. അവൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഗർജിക്കുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ കർത്താവിന്റെ ശബ്ദം കേൾക്കണം. ഞാൻ എൻ്റെ ആഗ്രഹം പറയുക, നിന്നെ നോക്കി, നിന്റെ ഭവനത്തെ നോക്കി, തലമുറയെ നോക്കി, പറയപ്പെട്ട സകല പ്രശ്നത്തെ നോക്കി, ആമേൻ, ഈ ഹല്ലേലൂയ നമ്മൾ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്നതിനപ്പുറം ഇന്ന് പകൽ തമ്പുന എഴുന്നേറ്റൊന്ന് അലറിയാൽ അലർച്ചയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ശത്രുവുമില്ല. അതുകൊണ്ട് ആ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഉദ്ധാരണത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം, വിടുവിക്കുന്നവനാണ്. ആ ദൈവം എഴുന്നേറ്റാൽ ശത്രു ചിതറിപ്പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. 5-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായ പാലകനുമാകുന്നു. ഞാൻ എന്തിനാ ഇത് വായിച്ച് കേൾപ്പിക്കുന്നതെന്നറിയോ? ഗൗരവത്തോടെ പ്രാർത്ഥിക്കാൻ. എനിക്കാരുമില്ല, എൻ്റെ ദൈവം എന്നെ അറിയുന്നില്ല, എൻ്റെ ദൈവം എന്നെ കൈവിട്ടു, എന്നോട് ദൈവത്തിന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരത്തില്ല, എൻ്റെ കുടുംബത്തിൽ ഇനി ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, നിന്നെ അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ നീ തിരിച്ചറിയണം. ആമേൻ. സ്തോത്രം. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഏറ്റവും ചെറിയ നിന്നെ ഒരുപാട് കരുതുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ദൈവത്തിന് അതിന്റെ ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ 2 കൂട്ടരെയും സകലരും വെറുക്കുന്ന ഇടത്ത്, വല്ല ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ ഉള്ള ഇടത്ത് മാത്രം മനുഷ്യന്റെ ശ്രദ്ധ കൊടുത്ത് അവരെ മാത്രം ദൈവം കൈപിടിക്കുമ്പോൾ, ഇങ്ങനെ ഒരു ദൈവം നിനക്കുണ്ടെങ്കിൽ നീ പറ, കർത്താവ് എന്നെ നീ വിടുവിക്കണം. നിനക്കാ ദൈവം പിതാവായി നിനക്ക് ന്യായപാലനം ചെയ്യുന്ന ആമേൻ കർത്താവായി മാറണം. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഇതിന്റെ അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആമേൻ. ഇന്ന് ഹല്ലേലൂയ ന്യായത്തെ, നിനക്ക് ലഭിക്കേണ്ട ന്യായത്തെ മറിച്ച് കളയുന്ന, നിനക്ക് ലഭ്യമാകേണ്ട ന്യായത്തെ മറിച്ച് നിനക്കൊരു നന്മയും തരാതെ മനുഷ്യനും പിശാചും ശ്രമിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ശബ്ദമുയർത്തി ബഹളം വെച്ച് അവിടെ യാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നിനക്ക് ന്യായപാലനം ചെയ്യാൻ ഉയരത്തിലൊരു കർത്താവുണ്ട്. സ്തോത്രം. ഉയരത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആമേൻ സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അയ്യോബ് പറഞ്ഞു, എന്റെ സാക്ഷി സ്വർഗത്തില. ആമേൻ. എനിക്ക് വേണ്ടി വാദിക്കുന്ന കർത്താവ് ഉയരത്തില. ഒരു ദൈവം എനിക്ക് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഇന്ന് പകൽ ദൈവത്തിന്റെ വിടുതൽ കാണും. ദൈവം നമുക്ക് ഉദ്ധാരണത്തിന്റെ ദൈവമാണ്. അതേ ദൈവം ആമേൻ സ്തോത്രം അനാഥർക്ക് പിതാവാണ്, വിധവമാർക്ക് ന്യായ പാലകനാണ്. സ്തോത്രം. നിങ്ങൾ വായിക്ക്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ആമേൻ സങ്കീർത്തനത്തിന്റെ അകത്ത് കാണാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെയാണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അനാഥത്വവും ആമേൻ സ്തോത്രം ആമേൻ വൈദവ്യ അനുഭവങ്ങളും ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ എനിക്ക് എൻ്റെ കർത്താവ് പിതാവാണ്, ന്യായപാലനം നടത്തുന്നവനാണ്, മറ്റാരും ഇല്ലാത്ത ഇടത്ത് ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. സ്തോത്രം. 19-ാമത്തെ വാക്യം 20 നമ്മൾ വായിച്ചത്. 19 നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. സ്തോത്രം. നാൾ തോറും നമ്മുടെ ഭാരത്തെ ചുമക്കുന്നവൻ. അതാ ഞാൻ പറഞ്ഞ ഭാരം അങ്ങ് ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കാൻ പറഞ്ഞത്.
ചുമക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ആ ദൈവം വിടുവിക്കും എന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ തിരിച്ചറിയാൻ തയ്യാറായാൽ, ഞാൻ പറയട്ടെ, അടുത്ത് നിൽക്കുന്ന മരണത്തിന്റെ ശക്തി പോലും എന്ന് പറഞ്ഞ പാസ്റ്ററെ നമ്മൾ മരിക്കത്തില്ലെന്നാണോ? അങ്ങനെ ആരും ചിന്തിക്കരുത്. ദൈവം ആയുസ് തന്ന എൻ്റെ ആയുസ് ഇന്ന് തികയുമെങ്കിൽ നിങ്ങൾ ആരും പ്രാർത്ഥിക്കരുത്, ശാസിക്കരുത്. ഇന്ന് തികഞ്ഞാൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇവിടം വിട്ട് പോകണം. പക്ഷെ മറുവശത്ത് ദൈവം തന്ന വെളിപ്പാടാണ്. ഈ വചനം ചിന്തിക്കുമ്പോൾ ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഹൃദയത്തോട് ഇടപെട്ട ഒരു വിഷയമാണ്. ആമേൻ, സ്തോത്രം. സമയം എത്തുന്നതിന് മുമ്പേ, നാളെ തികയുന്നതിന് മുമ്പേ, കാലം എത്തുന്നതിന് മുമ്പേ ഏതോ ചില പതിയിരിപ്പൊരുക്കി നിന്നെ തകർക്കാൻ പിശാച് ശ്രമിച്ചാൽ നീക്കുപോക്ക്, ചില കണ്ണുനീരിന്റെ മുമ്പിൽ നീക്കുപോക്കുകൾ ഒരുങ്ങും. ഹിസ്കിയാവിന്റെ കരച്ചിൽ പോലെ ചില ഹല്ലേലൂയ അനർത്ഥത്തെ നീക്കി നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിപ്പാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തെ ഉദ്ധാരണത്തിന്റെ ദൈവമെന്ന് ആവർത്തിച്ച് ഞാൻ ആ വാക്ക് പറയുമ്പോൾ, അവൻ വിടുതലിന്റെ ദൈവമെന്ന് പറയുമ്പോൾ, കർത്താവേ, ഏതിൽ നിന്നാണ് എൻ്റെ വിടുതൽ എനിക്ക് ആവശ്യം? സ്തോത്രം. ചിലത് പ്രത്യക്ഷമായിട്ട് അറിയാം, അല്ലേ? പഠിക്കുന്ന മക്കൾ പറയും, എനിക്ക് വിദ്യാഭ്യാസം നന്നായിട്ട് ചെയ്യാൻ, ആമേൻ, സ്തോത്രം, അതിനകത്ത് ഒരു വിടുതൽ വേണമെങ്കിൽ. അതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത പോലെ നിങ്ങൾ എന്നെ നോക്കുന്നു. ഒന്നും മനസ്സിലാക്കാൻ ആരും അനുവദിക്കാത്തതുപോലെ. കുടുംബജീവിതം ഉണ്ട്. കുടുംബജീവിതത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണമെന്ന് പറയുമ്പോൾ അത് ഡൈവോഴ്സാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ ഒരു വിടുതൽ വേണമെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്നതാ? പിന്നെ എന്നതാ അത്? ദൈവം എനിക്ക് വിടുതലിന്റെ ദൈവമാണ്. എന്നതായി പറഞ്ഞുകൊണ്ട് വരുന്നേ? കുറച്ചുകൂടെ ഒന്ന് ഗൗരവത്തിൽ കയറിയ നിങ്ങള്. ഞാനിച്ച് ശാന്തമായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അനുവദിക്കത്തില്ല. പിന്നെ എന്നതാ മക്കളെ? വിദ്യാഭ്യാസത്തിൽ നിന്ന്, അല്ലെ, വിദ്യാഭ്യാസത്തിൽ ഒരു വിടുതൽ, കുടുംബ ജീവിതത്തിൽ ഒരു വിടുതൽ എന്ന് പറയുമ്പോ അതിനകത്ത് വിടുതൽ പ്രാപിക്കാൻ പറ്റാതെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ലേ? അല്ലെങ്കിൽ വിടുവിക്കാതിരിക്കാൻ, വിടുതൽ തരാതിരിക്കാൻ ഒരുവൻ പ്രശ്നം ഉണ്ടാക്കുന്നെന്നല്ലേ? ദൈവമേ എന്നെ വിടുവിക്കണേ എന്നൊരു ഭക്തൻ പറയുമ്പോ എവിടെന്നാ നിന്നെ വിടുവിക്കേണ്ടേ? ആരിൽ നിന്നാ വിടുവിക്കേണ്ടേ? ചുമ്മാ പ്രസംഗം കേൾക്കരുത്. വിഷയത്തിലോട്ട് വരണം. നിന്റെ വിഷയത്തിലോട്ട് വരണം. ഞാനിത് പറയുമ്പോൾ ആ വെളിപ്പാടനുസരിച്ച് ഒരുപക്ഷെ നിനക്ക് അറിയാൻ പറ്റത്തില്ല. ആ വിഷയത്തെ നീ വ്യക്തതയോടെ പറഞ്ഞു, കർത്താവേ, എന്റെ ചുറ്റിലോ, എന്റെ തലമുറയുടെ, എന്റെ പ്രിയപ്പെട്ടവരുടെ ചുറ്റിൽ അങ്ങനെ ഒരു ശത്രുവിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ വിടുതൽ എനിക്ക് തരണം. ആ ദൂത് നീ വിശ്വസിച്ചോളണം. പക്ഷെ നിന്റെ പ്രശ്നം, ബാക്കി പ്രശ്നം നിനക്കറിയാം. ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ആരാവും നിന്നെ ഉപദ്രവിക്കുന്നേ? എന്താ 100 കുടുംബങ്ങൾ സന്തോഷത്തോടെ പോകുമ്പോ എന്താ നിന്റെ കുടുംബത്തിൽ വിടുതലില്ലാച്ചേ? വിടുവിക്കണേ, വിടുവിക്കണേ എന്നല്ല. ഇന്ന് പകൽക്കാലം വ്യക്തതയോടെ, ശക്തിയോടെ പ്രാർത്ഥിക്കണം. എനിക്കൊരു വിടുതൽ തരാൻ ദൈവത്തിന് പറ്റും, അല്ലേ? സ്തോത്രം. നമ്മുടെ കാലം നമുക്ക് മാത്രം എന്താ ചില വിഷയങ്ങൾക്ക് നമ്മൾ എന്തുകൊണ്ട് എത്ര ശ്രമിച്ചാലും നമുക്ക് ജയം വരാതിരിക്കുന്നത്? അതിന്റെ മറുവശത്ത് അതിലേക്ക് നിന്നെ വിടാതിരിക്കുന്ന ഒരു ശത്രു ഉണ്ടെന്നല്ലേ? വിടുതൽ ആവശ്യമുണ്ടെങ്കിലല്ലേ വിടുവിക്കുന്നവനോട് അപേക്ഷിക്കണം. വിടുതൽ ആവശ്യമില്ലാത്തവൻ മിണ്ടാതിരി. ദൈവം എന്നെ വിടുവിക്കണമെന്നുള്ളവൻ വായ്പൂട്ടി മൗനമായി ഇരിക്കാതെ ദൈവവചന വെളിപ്പാടിന്റെ മുമ്പിൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം, ശക്തിയോടെ പ്രതികരിക്കാൻ തുടങ്ങണം. ശക്തമായി കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ചില നീക്കുപോക്കുകൾ ദൈവം ചെയ്യുന്ന പകലാണിത്. മനുഷ്യൻ എഴുതിയതും പിശാച് എഴുതിയതൊക്കെ നീങ്ങണം. പക്ഷെ ഒരു കാര്യം നീ അറിയണം, എനിക്ക് വിടുതൽ തരാൻ ഒരു ദൈവമുണ്ട്. അപ്പൊ നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ഉറപ്പീര്, ഇന്ന് എൻ്റെ വിടുതലാന്ന്. എന്നെ ഇങ്ങനെ നോക്കല്ലേ, ഞാൻ വിടുവിക്കുന്നവനല്ല. എവിടെയെങ്കിലും ഒരു സ്ട്രഗിള്, എവിടെയെങ്കിലും ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ, ആമേൻ ഹാലലൂയ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു പരിഹാരമില്ല എന്ന് നിനക്ക് തോന്നുന്ന വിഷയത്തിൽ നീ കർത്താവിനോട് പറ, കർത്താവ് എന്നെ വിടുവിക്കണം, എന്നെ വിടുവിക്കണം, എന്നെ വിടുവിക്കണം. അവിടെ ഒരു വിടുതൽ എനിക്ക് വേണം കർത്താവേ എന്ന് നീ ദൈവത്തോട് പറയണം. എൻ്റെ തലമുറയെ നീ വിടുവിക്കണം. സ്തോത്രം. ശക്തമായി ദൈവത്തോട് പറയണം, അല്ലേ?
നമ്മൾ ഈ ഹല്ലേലൂയ പെനഡോൾ കഴിച്ചാൽ മാറുന്ന തലവേദനയ്ക്കോ പനിക്കോ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാറില്ല. ആമേൻ. ആശ്രയിച്ചാൽ നല്ലതാ, ഇപ്പൊ ഇല്ലെങ്കിലും ദോഷമൊന്നുമില്ല, അത് കഴിക്കുമ്പോൾ മാറുന്നല്ലോ. പക്ഷെ എവിടെയൊക്കെയോ കുറെ കാലം കൊണ്ട് നമ്മളെ ഹല്ലേലൂയ തളർത്തിയിടുന്ന പ്രയാസമേറിയ വിഷയമുണ്ടെങ്കിൽ അവിടെയാണ് ആത്മാവ് നിന്നോട് പറയുന്നത്, നിനക്ക് വിടുതൽ തരാൻ ഒരു ദൈവമുണ്ട്, വിടുതൽ തരാൻ ഒരു ദൈവമുണ്ട്. മരണത്തിന്റെ നീക്കുപോക്ക് പോലും തരാൻ പറ്റുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ നീ എന്ന ദൈവമാണ്. അതിനപ്പുറം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഉലകത്തിൽ ഒരു മനുഷ്യനും ഇറങ്ങി വന്ന് മാറ്റാൻ പറ്റാത്ത, ഉലകത്തിലെ ഒരു മനുഷ്യനും പഠിച്ചവനും പദവിയുള്ളവനും ജ്ഞാനി എന്ന് അവകാശപ്പെടുന്നവനും കോടികൾ കൈമുതലുള്ളവനും ഇറങ്ങി വന്ന് നീക്കാൻ പറ്റാത്ത മരണത്തെ നീക്കി വിടുവിക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെ നോക്കിയാണ് ഭക്തൻ പറയുന്നത്, നീ എനിക്ക് വിടുതലിന്റെ ദൈവമാണ്, നീ എനിക്ക് ഉദ്ധാരണത്തിന്റെ ദൈവമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യുന്ന സർവശക്തനായ ദൈവമാണ് ഇന്ന് പകൽ നിന്നോട് പറയുന്നത്. നിനക്ക് നീക്കുപോക്ക് തരാൻ പറ്റാത്തൊരു വിഷയം ദൈവത്തിന്റെ കയ്യിലില്ല. വിശ്വസിക്കുന്നവർ മാത്രം ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കുക. യെശയ്യാവ് 46 ദൈവം പറയുന്നുണ്ട്, വാർദ്ധക്യത്തോളം ഞാൻ അനന്യൻ തന്നെ, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാം. അടുത്ത് പറയുന്നത് അവൻ ചുമന്ന് വിടുവിക്കുമെന്ന്. വാർദ്ധക്യത്തോളം ഞാൻ അനന്യനാണ്, നരയ്ക്കുവോളം നിങ്ങളെ ചുമക്കാം. സ്തോത്രം. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മൾ നടക്കുക, നമ്മൾ ഭാരം ചുമക്കുക. ആമേൻ. നീ ചുമക്കുന്ന ദൈവമല്ല നീ സേവിക്കുന്നവൻ, നിന്നെ ചുമക്കുന്ന ദൈവമാണ്. ഒന്നുകൂടെ പറയാം, നീ ചുമക്കുന്ന ദൈവത്തെ അല്ല. ദൈവം നിന്റെ തോളത്താണോ ഇരിക്കുന്നേ? ചെറുടെയൊക്കെ തോളത്താ ദൈവം ഇരിക്കുന്നത്, അവരുടെ തോളത്തായിരിക്കുന്നേ, അവിടെ മുതുക് കുനി പോവുക. പക്ഷെ നിന്റെ ദൈവം നിന്നെ ചുമക്കുന്നവനാ. നിന്നെ ചുമക്കുമെന്ന് പറഞ്ഞാൽ നീ പറയുന്ന ഏത് പ്രതിസന്ധിയിലും അവൻ നിന്നെ കൈവിടാതെ ചുമക്കും. ഞാൻ പറയുന്നു, അതുകൊണ്ടല്ലേ ഇന്ന് പകൽ നീ ദൈവസന്നിധി നിൽക്കുന്നേ. എന്നേ തകർന്നു പോകേണ്ട ഇടത്ത് അവൻ തന്റെ തോളത്ത് വഹിക്കുന്നത് പോലെ വഹിച്ചത് കൊണ്ടല്ലേ ഈ ഭൂമിയിൽ ഇന്ന് പകൽ വരെ നീ ജീവനോടെ ഇരിക്കുന്നേ. പിശാച് കേൾക്ക പറയണ, എന്നെ ചുമക്കാൻ ഒരു ദൈവമുണ്ട്. തകർക്കാൻ പിശാചുണ്ടെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചുമക്കാൻ ഒരു ദൈവമുണ്ടെന്ന് പറയുന്നേ. തകർക്കാൻ സാത്താനുണ്ടെന്ന് പറയുന്നതിനേക്കാൾ, പോരാട്ടമുണ്ടെന്ന് പറയുന്നതിനേക്കാൾ, പ്രശ്നമുണ്ടാക്കുന്ന മനുഷ്യനുണ്ടെന്ന് പറയുന്നതിനേക്കാൾ, തളർത്താൻ ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്നെ ചുമക്കാൻ ഒരു ദൈവമുണ്ട്. ഇരുട്ടേറിയ നിന്റെ ജീവിത സാഹചര്യത്തിലും ദൈവം നിന്നെ ചുമക്കും. മക്കളെ ആവശ്യത്തിന് അടിച്ചാൽ മതി. ഇരുട്ടേറിയ ജീവിത സാഹചര്യത്തിലും കർത്താവ് ചുമക്കും. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും കർത്താവ് ചുമക്കും. നമ്മളെ ചുമക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു ഇതിലോട്ട് ഇരിക്കരുത്. സ്തോത്രം. ജീവിതത്തിൽ ഏറ്റവും നിരാശപ്പെട്ടു പോകില്ലേ, തളർന്നു പോകത്തില്ലേ, താങ്ങാൻ ആരും ഇല്ലെന്ന് പറയത്തില്ലേ, അവിടെയും ചുമക്കാൻ കർത്താവ് വരും. ഐസിയുവിനകത്തൊക്കെ ഒറ്റപ്പെട്ടു അല്ലേ, ആരും കാണത്തില്ല, അവിടെ പോകാൻ ആർക്കും താല്പര്യമില്ല, പക്ഷെ നിർബന്ധം ചിലപ്പോൾ പോകേണ്ടി വരും. സ്തോത്രം. ആരും അവിടെ വരത്തില്ല. സ്തോത്രം. പക്ഷെ അവിടെയും നിന്നെ ചുമക്കാൻ ആരുണ്ടാവും? ഈ കർത്താവ് ഉണ്ടാകും. ഒരു നാളും കർത്താവ് കൈവിടത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം അങ്ങനെ അവനിൽ ആശ്രയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഈ 2ാം ശനിയാഴ്ച യോഗത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നേ, ദൈവം വിടുതലിന്റെ ദൈവം. സ്തോത്രം. ഞാൻ ഇൻട്രൊഡക്ഷനായി പറയുന്ന കുറെ കാര്യങ്ങളിനകത്ത് നിൽക്കുന്ന, പക്ഷേ ചില പ്രശ്നത്തിന്റെ അകത്ത് നിന്ന് പുറത്തെടുത്തേ പറ്റത്തുള്ളൂ അല്ലേ? നിങ്ങളുടെ ഇരിപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. വീടിന് തീ പിടിച്ചു, അകത്തൊരു കൊച്ചു കിടന്ന് കരയ്യ. തമിഴിൽ തന്ത എന്നല്ലേ പറയുന്നത്. തന്ത കണ്ടു. കണ്ടിട്ട് ജനലിൽ കൂടെ നോക്കി പറയണം, മക്കളൊരു 5 മിനിറ്റ് കിടഞ്ഞ ഇപ്പൊ
വരാം എന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും? പിന്നെ അങ്ങോട്ട് പോണോ? നിങ്ങളുടെ ഇരിപ്പ് അങ്ങനെയാ. ഞാൻ വളരെ ഗൗരവത്തോടെ തുടക്കം തൊട്ട് പറയുന്നത്, ചിലതിനകത്ത് ഒരു നീക്കുപോക്ക് വരണം. എനിക്കറിയത്തില്ല, അത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, ഇന്ന വീടാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ്, ഇന്ന പ്രശ്നമാണെന്ന് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചിലത് സ്തോത്രം, ഇന്ന് പകൽക്കാലം വിടുവിക്കപ്പെട്ടില്ലെങ്കിൽ ആ തീക്കകത്ത് കിടക്കുന്ന കുഞ്ഞ് ചാരമാകുന്നത് പോലെ പിന്നെ നീ അങ്ങോട്ട് പോകേണ്ടി വരത്തില്ല. അതുകൊണ്ട് ശക്തിയോടെ ഉണർന്ന് പ്രാർത്ഥിക്കണം. വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഇറങ്ങി വരണം. ആ ദൈവം ചിലതിനെ വിടുവിച്ച് ഇന്ന് പകൽ മടക്കി അയക്കണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ എടുത്ത് വായിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഞാനിനി ഓടി ചില വാക്കുകൾ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദോട്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിച്ചേ. നിങ്ങൾ സന്തോഷത്തിലാണോ? ഇനി സന്തോഷക്കുറവെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആമേൻ. ഞാൻ ഹല്ലേലൂയ, എനിക്ക് ശരീരത്തിൽ അനുഭവിക്കുന്ന ക്ഷീണം കൊണ്ട് ഞാൻ ഇങ്ങനെ ശ്വാസമൊക്കെ എടുക്കുക. 40 ദിവസം ഉപവസിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ. എന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുക. നിങ്ങളെ ഇരിപ്പ് കാണുമ്പോൾ നല്ല പുട്ടും പഴമൊക്കെ അടിച്ചിട്ടൊന്നും ഇരിക്കണം എന്നുള്ളത് എനിക്കറിയാം. എന്നിട്ട് പോലും നിങ്ങളൊരു ഉണർവോടെ ഇരിക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഈ 40 ദിവസം കഴിക്കാതെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് എഴുന്നേറ്റൊക്കെ വരണ്ടേ, ഒന്ന് കൂടെ നിന്ന് പൊരുതണ്ടേ. അതിനകത്ത് എൻ്റെ മനസ്സിൽ രാവിലെ തൊട്ടൊരു ഭയം തട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടും കൂടി ഇങ്ങനെ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. ഭയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പ്രാർത്ഥിക്കണം. ചില വിഷയങ്ങൾ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ വരാത്ത കുടുംബങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർക്കണം. ഇതിനകത്തിരുന്നുകൊണ്ട് സമസ്ത മേഖലയെ ഒന്ന് ഓർത്ത് ഇന്ന് പകൽക്കാലം ശക്തിയോടെ പ്രാർത്ഥിക്കണം. വെറുതെ കേട്ടിരിക്കരുത്. പഠിക്കാൻ ഇതിനകത്തൊന്നുമില്ല, കുറിച്ചു വെക്കാനും ഇതിനകത്തൊന്നുമില്ല. ഇന്നൊരു വിടുതലിന് വേണ്ടിയിട്ടുള്ള ദൂത നിങ്ങൾ കേൾക്കുന്ന സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാനത് വളരെ ഗൗരവത്തോടെയാണ് പറയുകയും പ്രാർത്ഥിക്കാൻ നിൽക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇത്രയും പേരെ ഇതിനകത്ത് കർത്താവ് കൊണ്ടുവന്ന് നമ്മൾ ഇത്രയും പേർ ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യണം? ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഒരു മനുഷ്യൻ, ഈ നമ്മളിപ്പോൾ പറഞ്ഞ സങ്കീർത്തനം അതേ പുള്ളി പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. എന്താണ് അദ്ദേഹം ദൈവസന്നിധിയിൽ പറയുന്നത്? സിംഹത്തിന്റെ കയ്യിൽ നിന്ന് എന്നെ ദൈവം ഒന്ന് പറ വിടുവിച്ചു. കരടിയുടെ കയ്യിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അതുകൊണ്ട് എന്നാ ചെയ്യും? ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും ഉറക്കെ പറ വിടുവിക്കും. വിടുവിക്കും. ഈ ഉറപ്പ് നമുക്കുണ്ടോ? ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ഉറപ്പ് ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ഈ പ്രശ്നത്തിന്റെ അകത്ത് നിന്ന് ഇന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. കാര്യം എന്നതാ? ഇന്നലെ ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. ഇന്നലെ ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. എൻ്റെ കാൽ പല പ്രാവശ്യം കല്ലിൽ തട്ടാൻ ശത്രു പദ്ധതി ഒരുക്കിയതാ. പക്ഷെ കരത്തിൽ വഹിച്ചൊരു ദൈവം എനിക്കുണ്ട്. എന്നോട് വെല്ലുവിളിച്ച ശത്രുവിനെ എനിക്കറിയാം. എന്നോട് പൊരുതിയ പിശാചിനെ എനിക്കറിയാം. എന്നെ തകർക്കാനും പരസ്യകോലമാക്കാനും ശ്രമിച്ച പിശാചിനെ അറിയാം. ഒരുപക്ഷെ ആയുസിനെ കൊണ്ടുപോകാൻ ശ്രമിച്ച പിശാചിനെ അറിയാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഇരിക്കുന്നത് ദൈവം എന്നെ വിടുവിച്ചത് കൊണ്ടെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ നിശ്ചയമാവണം. പറ, ഇനിയും അവൻ എന്നെ വിടുവിക്കും. ഇന്ന് പകലും അവൻ എന്നെ വിടുവിക്കും. ചിലതിന്റെ വിടുതൽ ഇന്ന് പകൽ നടന്നേ പറ്റത്തുള്ളൂ. ചില വിഷയത്തിന്റെ നീക്കുപോക്ക് ഇന്ന് പകൽ ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവർ മാത്രം. ശ്രദ്ധിച്ചേ, അവിടെ നിങ്ങൾ ആ 3 അനുഭവങ്ങൾ അവിടെ കിടക്കുന്നത്. ഒന്ന് സിംഹത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച്, കരടിയുടെ കയ്യിൽ നിന്ന്. ഇത് ആദ്യത്തെ 2 ഉണ്ടല്ലോ പ്രശ്നം എന്നാന്ന് പറയുന്നത്. നമുക്കതും പ്രശ്നമാണ്. പക്ഷെ ഈ ആദ്യത്തെ 2 വിഷയം സംസാരിക്കത്തില്ല. സംസാരിക്കത്തില്ല, വെല്ലുവിളിക്കത്തില്ല. അങ്ങനെ പറയുന്ന കറക്റ്റ്, വെല്ലുവിളിക്കത്തില്ല. പക്ഷെ രണ്ടാമത് പറഞ്ഞ വിഷയം അങ്ങനെ അല്ല. രണ്ടാമത് പറഞ്ഞ വിഷയം പ്രതീക്ഷിക്കാതെ വന്ന് നിൽക്കുകയല്ല. 40 ദിവസം കൊണ്ട് മുഖത്ത് നോക്കി വെല്ലുവിളിക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക 40 ദിവസം കൊണ്ട്.
ഒരു സമൂഹം മുഴുവൻ നല്ല യുദ്ധ അഭ്യാസികളും പടച്ചട്ടമുള്ളവരെല്ലാം വീട്ടിനകത്തിരിക്കും. അതുകൊണ്ടല്ലേ ഇവൻ ഇറങ്ങിയപ്പം ശൗലെടുത്ത് പടച്ചട്ട കൊടുത്ത, തന്റെ പടച്ചട്ട നീ ഇട്ടുണ്ടോ എന്ന് പറഞ്ഞ് നീ ചെന്ന് ചാവണമെങ്കിൽ ചാവ്. പക്ഷേ ഒരുത്തൻ ഒറ്റയ്ക്ക് ഇറങ്ങി നിന്നുകൊണ്ട് സകലരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയുക, എനിക്ക് വിടുവിക്കുന്ന ദൈവത്തെ അറിയാം, എനിക്ക് വിടുവിക്കുന്ന ദൈവത്തെ അറിയാം. വിടുവിക്കുന്ന ദൈവത്തെ അറിയാമെന്ന് പറയുകയല്ല, ഇന്നലെ വിടുവിച്ച സാക്ഷ്യം പറയുകയല്ല, അത് പറഞ്ഞേച്ച് പറയുക, ഇന്നത്തെ എൻ്റെ ഈ പ്രശ്നം, നിങ്ങളെല്ലാം ഭയക്കുന്ന ഈ പ്രശ്നം, ഇതിൽ നിന്നും ദൈവം വിടുവിക്കും. ഇന്ന് പകൽ ഈ പ്രസംഗം ഇത്രയും ദൂരം ഞാൻ പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു അസാധാരണ ഉറപ്പ്, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഇന്ന പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും, ഇന്ന പ്രശ്നത്തിൽ ദൈവം എന്നെ കൈവിടച്ചില്ല, ഈ പാഞ്ഞെടുക്കുന്ന ശത്രു എന്നെ തകർക്കച്ചില്ല, ഞാൻ അവനെ തകർക്കും എന്ന് പറയാൻ പറ്റിയാൽ സ്തോത്രം. 40 രാവും 40 പകലും വെല്ലുവിളിച്ച ഫെലിസ്ത്യൻ എന്നെ തകർക്കത്തില്ല, ഞാൻ അവനെ തകർക്കും എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. ശ്രദ്ധിച്ചോ? ഇനി എനിക്ക് ആവേശത്തോടെ ദൈവം തരുന്ന ചിന്ത ഞാൻ പറയാം. അവൻ എന്നെ വിടുവിക്കുമെന്ന് അവൻ പറയുമ്പോ അതിനകത്ത് മറ്റൊരു സന്ദേശം കൂടെ ദാവീദ് പറയുന്നുണ്ട്. മോനെ എന്നെ വിടുവിക്കുമെന്ന് പറയുമ്പോ അവന്റെ സഹോദരന്മാർ അവിടെ ഉണ്ട്, അവന്റെ രാജ്യം ഇസ്രായേൽ സഭ പിടിയിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ നിൽപ്പുണ്ട്. ദാവീദ് പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചാല്, എന്നെ തൊടത്തിൽ എന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോ ആമേൻ, അതിനകത്ത് വലിയൊരു സന്ദേശമുള്ളത്, ഞാൻ രക്ഷപ്പെടുകയല്ല, ഞാൻ നിമിത്തം നിങ്ങൾ മുഴുവൻ വിടുവിക്കപ്പെടുക, രാജ്യം മുഴുവൻ വിടുവിക്കപ്പെടുക. നിങ്ങൾ അതിനകത്ത് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞില്ല. അതെന്നെ അതിനകത്തുള്ള സന്ദേശം. നിങ്ങൾ വലുത് പിടിക്കേണ്ട, അത് ഞാൻ പിടിച്ചോളാം. പക്ഷെ നിനക്ക് പറയാൻ പറ്റണം, കുഞ്ഞേ ആമേൻ, എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, കരയുന്ന നിന്റെ പ്രിയപ്പെട്ടവർ, നിനക്ക് ചുറ്റും നിൽക്കുന്നവർ, തകർന്നു കിടന്നുകൊണ്ട് ചില അമ്മമാരോട് മക്കൾ ചോദിക്കത്തില്ലേ, അമ്മ നമുക്കൊരു ഗതി വരുമോ? അപ്പന്മാരോട് ചോദിക്കത്തില്ലേ, ഒരു മാറ്റം വരുമോ, എന്തെങ്കിലും ഒരു വിടുതൽ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുമ്പോ ആശ്വാസവാക്ക് നെടുവീർപ്പിനപ്പുറം ഇന്ന് പകൽക്കാലം നിനക്ക് പറയാൻ പറ്റണം, മോനെ ദൈവം എന്നെ വിടുവിക്കും, എന്നെ വിടുവിക്കുമ്പോ നീയും വിടുതൽ അനുഭവിക്കും. അതിനകത്ത് ദാവീദിന് ധൈര്യം എന്നാന്നറിയോ? ആ ദൂതിന്റെ ഗൗരവത്തിൽ വരണം. നിങ്ങളെല്ലാം ഭയന്നിരിക്കുന്ന ഈ ശത്രുവിനെ ഞാൻ കൈകാര്യം ചെയ്യും. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അനേകരെ തകർച്ച ഇവനെ ഞാൻ നോക്കിക്കോളാം, കാരണം എന്റെ കൂടെ ഒരു ദൈവമുണ്ട്, എന്നോടൊപ്പമുള്ള ദൈവത്തെ എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോടെന്ന് എനിക്കറിയാം, ഞാൻ ഉപവസിക്കുന്നത് ആരോടെന്ന് എനിക്കറിയാം, ഞാൻ ആരാധിക്കുന്നത് ആരെയെന്ന് എനിക്കറിയാം, എന്നോട് ഈ ദൂത് പറയുന്ന ദൈവത്തെ എനിക്കറിയാം. ആ ദൈവത്തെ എനിക്ക് അറിയാന്നുള്ളത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവനെ ഞാൻ തകർക്കും. അവൻ നിന്നെ തൊടത്തില്ല, അവൻ എന്റെ കുടുംബത്തെ തകർക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. സാധാരണ വിഷയങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾ കടക്കണം. ചില വ്യക്തമായ മാറ്റത്തിലേക്ക്, ഉദ്ധാരണത്തിലേക്ക്, നീക്കുപോക്കിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരണം. ഞാൻ ഹല്ലേലൂയ ഒരുപാട് സമയം മുമ്പിലേക്ക് പോകാൻ ഒത്തിരി കാര്യം പറയാനുണ്ട്. 1-2 ചിന്തകൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വ്യക്തതയോടെ അവിടുത്തെ ഇത് അവസാനം നമ്മൾ മുമ്പോട്ട് വിളിക്കും. അപ്പോൾ പാസ്റ്റർ കൈവയ്ക്കത്തില്ലെന്നല്ല കേട്ടോ, അതൊക്കെ അർത്ഥമുള്ളതുകൊണ്ടല്ലേ എപ്പോഴും ചെയ്യുന്നേ. സ്തോത്രം. പിന്നെ സങ്കടം എന്ന് പറയുന്ന വിടുതൽ കിട്ടുന്നവർക്ക് പിന്നെ വലിയ താല്പര്യമില്ലെന്നുള്ളതാ. ആമേൻ. അതൊരു സങ്കടമായിട്ട് തുടരട്ടെ. പക്ഷേ ഹല്ലേലൂയ, നിന്നെ വിടുവിക്കുന്ന ദൈവം ഇന്ന് പകൽ ഇതിന്റെ അകത്തുണ്ട്. ആ ദൈവത്തോട് നീ ഗൗരവത്തോടെ വിശ്വാസം പറഞ്ഞേ പറ്റൂ. കരഞ്ഞാ കിട്ടത്തില്ല. ഇന്ന് പകൽ ആരൊക്കെ ഞാൻ പറയല്ലോ, തുടക്കത്തിൽ ഈ സന്ദേശം ആദ്യം ഞാൻ പറഞ്ഞു, ആ സന്ദേശം പൂർത്തിയാകുന്നതിനകത്ത് എന്റെ ദൈവം ഇതിന്റെ അകത്ത് നിന്ന് ഇന്ന് എന്നെ വിടുവിക്കും എന്ന് കരുത്തോടെ പറയാൻ. അതിലുപരി ഞാൻ പറഞ്ഞല്ലോ, ഈ വിടുതലും നീക്കുപോക്കും രണ്ടാ കേട്ടോ, അല്ലേ? അതിന് വിശദീകരിക്കാൻ കയറിയ സമയം അങ്ങ് പോകും. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ ചിലത് നീങ്ങി പോണം.
മനസ്സിലാവുന്നോ? വിടുതൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, നീക്കുമൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല, കാണാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ അത് നീങ്ങും. മനസ്സിലാകുന്നോ? അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. നിങ്ങൾ ചുമ്മാ കൈയടിച്ചു പോകരുത്. ദൈവസഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം, ഈ ഹല്ലേലൂയ സെക്ഷൻ നമ്മൾ കുറച്ച് പേരെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നല്ലോ. ഇത്രയും തിരക്കൊക്കെ ഉണ്ടല്ലോ, ഇത്രയും പേര് ഇതിനകത്ത് വന്നല്ലോ. ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഈ ദേശത്തിന് വേണ്ടി പോലും ചിലത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദൈവം ചിലത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാം. ഈ 2024 വളരെ ഇമ്പോർട്ടൻ്റാ ദേശത്തെ സംബന്ധിച്ച്. ഞാൻ ഓർത്ത് നിങ്ങൾ ഈ ദൂതൊക്കെ കേൾക്കുമ്പോൾ ആ നിലയിലൊക്കെ നിങ്ങളുടെ അകത്തോട്ട് കയറിയിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചേ. വലിയ മാറ്റം നടക്കണം. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, എന്തൊക്കെ അസാധാരണ മാറ്റം പെട്ടെന്ന് ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമെന്ന് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം ഒരു ചിന്ത തന്നു. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്ററെ തെളിവോടെ പറ. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. കേട്ടിട്ട് എന്തിനാ? ചിരിച്ചിട്ട് 2 കയ്യും അടിച്ചിട്ട് എഴുന്നേറ്റ് പോവാനല്ലയോ? അങ്ങനെ ഇപ്പൊ കേൾക്കണ്ട. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കണം. നശിച്ചു പോയി ഇനി രക്ഷയില്ല എന്ന് പറയുന്നവനാകരുത് വിശ്വാസി. ആരോട് ഞാൻ പറയുന്നേ? ഇനി രക്ഷയില്ലെന്ന് പറയുന്നവനാകരുത് വിശ്വാസി. ലോകം മുഴുവൻ ഇനി രക്ഷയില്ലെന്ന് പറയുന്നതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഒരു നീക്കുപോക്കിന്റെ ദൈവമുണ്ട്, ഒരു ഉദ്ധാരണത്തിന്റെ ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. ദേശം നശിക്കാനിട, ദേശം നശിക്കരുത്. പ്രാർത്ഥിക്കണമെങ്കിൽ വിശ്വാസം വേണ്ടേ? ആമേൻ, സ്തോത്രം. കരുത്തോടെ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ 10 വർഷം കൂടെയൊക്കെ കഴിഞ്ഞു പോയ നമ്മളെ ഗതികേടിലോട്ടാ നമ്മുടെ ദേശം പോണേ. കേട്ടോ, ഗതികേടിലോട്ടാ രാജ്യം പോണേ. സ്തോത്രം. ഈ വർഗീയ വാദവും ഈ മതവും ഇതെല്ലാം കൂടെ പറഞ്ഞ് തമ്മി തല്ലിക്കുമ്പോ നാണം കെട്ടൊരവസ്ഥയിലോട്ട് വരത്തില്ലേ? സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥന വീരന്മാര് പോലും മുട്ടുമടക്കിയിരിക്കുന്ന കാലത്ത് നടക്കത്തില്ലെന്ന് അവര് പോലും പറയത്തക്കവണ്ണം പ്രതിസന്ധി നിൽക്കുമ്പോ ഇതിന്റെ നടുവിൽ ദാവീദ് പറഞ്ഞതുപോലെ പറ. ഇന്നലകളിൽ ഇവിടെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തെ ചലിപ്പിച്ച ഒരു കർത്താവുണ്ട്, ദേശത്തെ നിയന്ത്രിച്ച ഒരു കർത്താവുണ്ട്. ആമേൻ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവജനത്തിന്റെ കണ്ണീരിന്റെ മുമ്പിൽ ഇറങ്ങി നീക്കുപോക്കൊരുക്കി എന്ന് പറഞ്ഞാൽ നാളെ സംഭവിക്കുമെന്ന് മനുഷ്യനും പിശാചും പറഞ്ഞതിനെ ഇന്ന് രാത്രി മാറ്റിക്കൊണ്ട് തന്റെ അത്ഭുതത്തെ ചെയ്ത ദൈവമുണ്ടെന്നാണ് ഞാൻ വിളിച്ചു പറയുന്നേ. നാളെ സംഭവിക്കുമെന്ന് ആമേൻ സകലരും വിധി എഴുതിയ വിഷയത്തെ ഇന്ന് രാത്രി ഇറങ്ങി തിരുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ കൈയടിച്ച് സന്തോഷിച്ചു. എന്റെ സന്തോഷം പൂർണ്ണമാകാൻ ഞാൻ ഒന്നുകൂടെ അത് പറയുക. നാളെ ചെയ്യുമെന്ന് സംഭവിക്കുമെന്ന് ലോകം ഉറപ്പിച്ചതിനെ ഇന്ന് രാത്രി തിരുത്താൻ പറ്റുന്നവനാണ് ദൈവം. ഒരു മുന്നറിയിപ്പും കാണത്തില്ല, ഒരു സാധ്യതയും കാണത്തില്ല, ഒരു സാഹചര്യവും കാണത്തില്ല. പക്ഷെ ഭക്തന്റെ അകത്ത് വചനം കയറിയിട്ട്, അകത്ത് വചന വെളിപ്പാട് കയറിയിട്ട് അവൻ എഴുന്നേറ്റ് മുട്ടുമടക്കുമ്പോൾ അവനോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തോ ആത്മപ്രേരണയിൽ ഞാൻ പറയുന്നു, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. എന്തോ നീക്കുപോക്ക് ദൈവം ഒരുക്കാൻ പോകുന്നു. എന്തോ നീക്കുപോക്ക് ദൈവം ഒരുക്കാൻ പോകുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദൈവം ചില നീക്കുപോക്കുകൾ ഒരുക്കാൻ പോകുന്നു. ഈ ദേശത്തിന് വേണ്ടി ചില അനർത്ഥത്തെ നീക്കുപോക്ക് ഒരുക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച എന്തെങ്കിലും ചിന്ത ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ അകത്ത് തരുമെന്ന് നോക്കിയേ.
ദർശനങ്ങളോ വെളിപ്പാടുകളോ ഒക്കെ ദൈവം തരുമോ നോക്കിയേ. സ്തോത്രം. പ്രാർത്ഥിച്ച് ചിലതിനെ മാറ്റാൻ പറ്റും. പക്ഷെ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണമെങ്കിൽ അകത്ത് കരുത്ത് വേണ്ടേ? സ്തോത്രം. നമുക്ക് ഇന്നലെയൊക്കെ പറഞ്ഞ കുറെ ദൂത് കേട്ടൊക്കെ നമ്മൾ കൈയടിച്ചു. ഞാൻ പലപ്പോഴും സ്റ്റക്കായിരിക്കും. നടക്കുമോ? സ്തോത്രം. എന്തോരം കാര്യങ്ങളെ നമ്മെ നോക്കി, സഭയെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നേ. സ്തോത്രം. പ്രാർത്ഥിക്കണം പ്രിയരെ. ഇന്ന് അടിയറവ് വച്ച വിഷയങ്ങളെ തിരിച്ചെടുക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങളൊരു മാനുഷിക ശബ്ദമായിട്ട് കേൾക്കുന്ന എൻ്റെ ചിന്ത. ഞാൻ അങ്ങനെയല്ല പറയുന്നേ. ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്ന അടിയറവ് വച്ച വിഷയം തിരികെ കൊണ്ടുവരണം. പ്രാർത്ഥിക്കണം. തകർത്ത ലിസ്റ്റ് പിശാച് കാണിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ദൈവ വചനത്തെ മാത്രം അവിടെ കരയാനൊന്നും നിൽക്കരുത്. അവിടെ അവന്റെ ലിസ്റ്റിനൊപ്പം തിരിച്ചു പറയാനും നിൽക്കരുത്. ഒറ്റ ദൈവ വചനം നിന്നോട് പറഞ്ഞ ഒറ്റ അരുളപ്പാട് നിന്റെ ആധാരത്തിൽ നിന്ന് വിളിച്ചു പറയണം. കഴിഞ്ഞ 2 ആഴ്ച അതാ നമ്മൾ കേട്ടോണ്ടിരുന്നേ. സ്തോത്രം. ഇന്ന് പകൽ ഈ കേട്ട വചനത്തെ വിളിച്ചു പറ. ദൈവം അത്ഭുതത്തെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേൽ 3:16 മുതൽ 18 വരെ എടുക്കണ്ട, ഇനി ഓടിച്ച് പറയാനുള്ള സമയമുള്ളൂ. സ്തോത്രം. എന്താ അവിടുത്തെ പ്രശ്നം? ശദ്രക്, മേശക്, അബേദ്നെഗോ അവരെന്നെ പറഞ്ഞു. അത് നമുക്ക് അറിയാന്നുള്ളതാ. അറിയാമെങ്കിൽ വെച്ചോണ്ടിരിക്കുക. ആമേൻ. വിഷയത്തിലോട്ട് വരണം. ആമേൻ. നമുക്കറിയാന്നുള്ള വിഷയം നമ്മൾ ആദ്യം അങ്ങ് പറയും. കഥ നമുക്ക് നന്നായിട്ട് അറിയാം. കഥ അറിഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പ്രശ്നത്തിൽ വല്ലതും നടക്കും എന്നുള്ളതാ വിഷയം. ആമേൻ. അവർ പറഞ്ഞു ഞങ്ങളെ വിടുവിക്കും, ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും, ഇല്ലെങ്കിൽ ഞങ്ങള് ബിംബത്തിന്റെ പുറകെ വരാൻ പോകുന്നില്ല. നിങ്ങൾ പറ, വിടുവിച്ചോ ഇല്ലയോ? ഒന്ന് ഉറക്കെ പറ. അത് നിങ്ങൾ ശരിയല്ല കേട്ടോ, നിങ്ങൾ ആരും ശരിയല്ല. ആമേൻ. വിടുവിച്ചു എങ്കിലും ഉറച്ചു പറയണം. ഞാനല്ല കേൾക്കേണ്ട, പിശാച് കേൾക്കണം. വിടുവിക്കത്തില്ലെന്ന് മാത്രം പറയാൻ അറിയാവുന്ന, അങ്ങനെ മാത്രം നാവ് വഴങ്ങുന്ന ഒരു പിശാചല്ലേ അവൻ. അവന്റെ ചെവിക്കകത്തോട്ട് തുളച്ച് കയറുന്ന തരത്തില് കുറച്ചു പേർ ഇരുന്നുകൊണ്ട് ശബ്ദം ഉയർത്തി പറയണം, അങ്ങനെയല്ല, വിടുവിക്കും. മനസ്സിലാവുന്നോ? ഈ ആമേൻ പറയാൻ നിങ്ങൾ ശബ്ദം എടുക്കുന്നില്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞ വിടുവിക്കും എന്ന് പറയാൻ വില കൊടുക്ക്. ആമേൻ പറയാൻ എന്ന് പറയുമ്പോ എല്ലാരും കൂടെ തള്ളി അങ്ങ് വിടുകയല്ലയോ? മറ്റേ ഏലസ വിളിക്കുമ്പോ എല്ലാരും കൂടെ വിളിക്കും പോലെ ഒത്തു പിടിച്ചോ, നീട്ടി വിളിച്ചോ. മകളിൽ നിന്ന് വിളിക്കുന്നവനല്ലേ പണി കൂടുതല്. സ്തോത്രം. അങ്ങനെ നിന്ന് തള്ളാൻ നിൽക്കാതെ വിടുവിക്കുമെന്ന് പറ, വില കൊടുക്ക്. സ്തോത്രം. ഒന്ന് ഉറക്കെ പറഞ്ഞ വിടുവിക്കുമെന്ന്. അത് ശരിയായില്ല കേട്ടോ. അതിനകത്തൊരു തെറ്റുണ്ട്. കാര്യം എന്താണെന്നറിയോ? നമ്മൾ വിടുവിക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവം വിടുവിക്കുമെന്ന് പറയണ്ടേ. അപ്പൊ ശബ്ദം ഉയർത്തി പറഞ്ഞു ദൈവം വിടുവിക്കുമെന്ന്. കേട്ടോ, കുറച്ചൊക്കെ ജീവൻ വയ്ക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പറഞ്ഞ വെറുതെ അല്ല, എന്റെ ഒരു എന്തോ പറയണ്ട, ഒരു പ്രത്യേക ചിന്തയില്ല, നിലയില്ല ഞാൻ ഇതിനകത്ത് നിൽക്കുന്നേ. ഈ വിടുതൽ തരത്തില്ല ഇല്ലെന്ന് മാത്രമല്ലയോ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പിശാച് കയറ്റി വിടുന്നേ. ഇത്രയും ദൂത് കേൾക്കുമ്പോഴും ശുഭപ്രതീക്ഷ ഉള്ളവരാണോ, നല്ലത് പറയുന്നവരാണോ, നിരാശപ്പെടുന്നവരാണോ ലോകത്തിൽ കൂടുതല്? സ്തോത്രം. നിരാശപ്പെടുന്നവരല്ലേ വിശ്വാസികളിൽ കൂടുതലും? നിരാശപ്പെടുന്നവരല്ലേ? സ്തോത്രം. ഇത് മാത്രം പറയിക്കുന്നവൻ കേക്ക്. അവൻ ഇന്ന് കേട്ടൊന്ന് കുളിരണിയട്ടെ. അവൻ പറയും ദാണ്ടയുടെ എവിടെ നിന്ന് വിടുതലിനെ കുറിച്ച് കേൾക്കുന്നല്ലോ എന്ന് ഒതുക്കി ഇട്ടിരിക്കുക. അങ്ങനെയല്ല, എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എന്നെ ഉദ്ധരിക്കും. സ്തോത്രം. അത് കരുത്തോടെ പറയാൻ കഴിഞ്ഞാൽ നമ്മള് വിടുതൽ കാണും. അവിടെ ഹല്ലേലൂയ, തീക്കകത്തുനിന്ന് വിടുവിച്ചില്ലേ? രാജാവിന്റെ കണ്ണ് പുറത്ത് വന്നില്ലയോ? ദേശം അറിഞ്ഞില്ലയോ? സ്തോത്രം. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല, അങ്ങനെ ഇരിക്കട്ടെ. സ്തോത്രം. ഒരു അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ദാനിയേൽ 6:20, 21, 22. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. ഗുഹയുടെ അരികിലെത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ മതി ഒരാവേശവും നമുക്ക് വരൂല. കാരണം നമ്മൾ എത്രയോ കാലം കൊണ്ട് അടയ്ക്കുന്നു അല്ലേ? ആമേൻ. ഏതെങ്കിലും ഒരു സിംഹം വായ അടച്ചോ? അടയ്ക്കണം, നമ്മുടെ ജീവിതത്തിൽ അടയ്ക്കണം. ആമേൻ. ഞാനത് പറയാനല്ല. ദാനിയേലിനോട് ആ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യം
ദാനിയേലേ, നീ രാവും പകലും സേവിക്കുന്ന നിന്റെ ദൈവം. അപ്പൊ രാജാവിന് പോലും അറിയാം പുള്ളി ആരെ സേവിക്കുന്നു. അറ്റ്ലീസ്റ്റ് നിന്റെ അമ്മായിയമ്മന്, അളിയനും കൂടപ്പുറപ്പിനെങ്കിലും അറിയാമോ നീ സേവിക്കുന്ന ദൈവത്തെ? അവർക്കറിയാമോ? അവർക്കറിയാമെങ്കിൽ അവർ ചോദിക്കും, നിന്റെ ദൈവം നിന്നെ വിടുവിപ്പാൻ. കാരണം അവർക്കറിയത്തില്ല നീ സേവിക്കുന്ന ആരെയെന്ന് അവർക്ക് അറിയത്തില്ല. സ്തോത്രം. ഞാന് ഈ സന്ദേശം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ സ്തോത്ര രാജാവ് ദാനിയേലിനോട് ചോദിക്കുക, എടാ ദാനിയേലേ മോനെ, നീ സേവിച്ച ഒരു ദൈവമുണ്ട്. രാവും പകലും നീ സേവിച്ചു, രാജ്യത്തെ ഭയക്കാതെ നീ സേവിച്ചു. ആ ദൈവം ശക്തനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനൊരു സംശയമുണ്ട്. തൻ്റെ ഭക്തനെ പലയിടത്തുനിന്ന് വിടുവിച്ചാലും ചില സന്ദർഭത്തിൽ വിടുവിക്കാൻ പറ്റാതാകുന്ന ഒരു ദൈവമാണോ? ദാനിയേൽ ശബ്ദം ഉയർത്തി പറഞ്ഞു, ഞാൻ രാവും പകലും സേവിച്ച ദൈവം എന്നെ വിടുവിച്ചു. എന്നാ ചെയ്ത? സിംഹത്തിന്റെ വായ അവൻ അടച്ചു കളഞ്ഞു. സ്തോത്രം. ദാനിയേലിന്റെ മറുപടി വന്നപ്പോ തന്നെ രാജാവ് ഞെട്ടിപ്പോയി. സ്തോത്രം. ഞാനിത് ശാന്തമായിട്ട് പറയട്ടെ, നിങ്ങൾ ഇന്ന് ഈ ദൂത് ഏറ്റെടുത്ത് ശക്തിയോടെ നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അവിടെ ഒരു അസാധാരണ വിടുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. അവിടെ പറയുമ്പോൾ മറുവശം കൂടെ പറയാതെ പറ്റത്തില്ല. സിംഹത്തിന്റെ ഗുഹ ഇല്ലാതെ, സിംഹമില്ലാതെ ദൈവത്തിന് വാടയ്ക്കാൻ പറ്റത്തില്ല. ശത്രുവിനെ വീട്ടുകാരെ വിളിച്ചേച്ച് വിശ്വാസത്താൽ കാണുക, അവക്കെതിരെ ഒരു സിംഹം നിൽക്കുന്നു, ഞാൻ അതിനെ അടക്കിയാന്ന് പറഞ്ഞു. ആരും വിശ്വസിക്കൂല. അലറുന്ന സിംഹത്തെ കാണണം. നിന്റെ പ്രശ്നത്തെ, നിന്റെ വേദനയെ, നിന്റെ കണ്ണിൽ വീണ കണ്ണുനീരിനെ നീ ഉപവസിച്ചത് ജാതികൾ കാണണം. അവർ പരിഹസിക്കണം, അവർ വിമർശിക്കണം, അവർ ഹാലിലെ ചിലത് അതിനെക്കുറിച്ച് പ്രസ്താവിക്കണം. ആ പ്രസ്താവനകൾ കഴിഞ്ഞ് നീ ഒരു വരവുണ്ട്. അവർ പ്രതീക്ഷിച്ചതുപോലും ഒന്നും സംഭവിക്കാതെ നീ സേവിച്ച് നിന്ന നിന്റെ ദൈവം നിന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞും കൊണ്ട് നീ രംഗത്ത് വരുന്നൊരു സമയമുണ്ട്. ഞാൻ ആത്മാവിൽ ദൈവം തന്ന ചിന്ത പറയാം. നിന്നിൽ വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തി നിമിത്തം നിന്റെ ദൈവത്തെ ജാതികൾ പ്രശംസിക്കാൻ പോകുക. നിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ വിടുതൽ നിമിത്തം നിന്നെ നോക്കി പരിഹസിച്ചവൻ നിന്റെ ദൈവത്തെ കുറിച്ച് പ്രശംസിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമെങ്കിൽ നിന്റെ വീട്ടിൽ, നിന്റെ ഓഫീസിൽ, നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നീ സേവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ പരിഹസിച്ചവന്റെ മുമ്പിൽ നിന്നെ ദൈവം ഉയർത്തി നിർത്തും. അവർ ചോദിക്കും, നിന്റെ ദൈവം നിന്നെ വിടുവിച്ചുവോ? നീ പറയും, എന്റെ ദൈവം എന്നെ വിടുവിച്ചു. കരമടിച്ച് സോദരം, എന്നെ അവിടെ നിർത്തിയ ഒരു ചിന്തയാണ് ആ ചോദ്യം. നിന്റെ ദൈവം പ്രാപ്തനായോ എന്നാ ചോദിക്കുന്നത്. നിന്റെ ദൈവം പ്രാപ്തനായോ? അപ്പൊ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത ഇതാണ്, എൻ്റെ ദൈവത്തിൻ്റെ പ്രാപ്തി എന്തെന്ന് എൻ്റെ ശത്രു അനുഭവിച്ചറിയാൻ പോവാ. എൻ്റെ ദൈവത്തിന് പ്രാപ്തി ഉണ്ടോ എന്ന് ചോദിച്ച ഇടത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പ്രാപ്തി എൻ്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തും. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ആ ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കാൻ പറ്റുമോ? കാണുന്നവൻ അത്ഭുതപ്പെടുമാറ് നീ സേവിക്കുന്ന ദൈവം ആരെന്ന് എന്തെന്ന് നിന്റെ വിഷയത്തിന് മറുപടി തന്നുകൊണ്ട് വെളിപ്പെടുത്തുമ്പോൾ എതിർ പറയാൻ നാവ് ചലിക്കാതെ വണ്ണം നിന്റെ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റും. വിശ്വസിക്കുന്നവർ സന്തോഷത്തോടും ശക്തിയോടും കൂടെ ഹല്ലേലൂയ. നിങ്ങൾക്കൊരു വിശ്വാസം അകത്ത് വരുന്നുണ്ടോ? സ്തോത്രം. നിങ്ങൾ പറയുന്ന പ്രശ്നം ചെറുതായിരിക്കാം, കടഭാരം, അതിപ്പോ ദൈവത്തിന് വലിയ വിഷയമല്ല കേട്ടോ. നമുക്ക് വലുതാ, ശരിയാ. രോഗം, മക്കളുടെ വിഷയം, പ്രതിസന്ധി, ഇതൊക്കെയാ നമ്മൾ പറയുന്നേ. പക്ഷെ ആ വലിയ ദൈവത്തെ ഒന്ന് കാണണം. ആ വലിയ ദൈവത്തെ നിങ്ങൾ കാണണം. കർത്താവിന് കാരാഗ്രഹം വിഷയമാണോ? ഭക്തന്മാർ കാരാഗ്രഹത്തിലായപ്പോൾ സംഭവം വിടുതൽ നടന്നോ? അല്ലെ? അപ്പോസ്തല പ്രവൃത്തി 16, 12 ഒക്കെ കാരാഗ്രഹത്തിനകത്ത് നടന്ന വിടുതല. വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം.
ആമേൻ. പാടി സ്തുതിച്ചവന് വേണ്ടി ഇറങ്ങി വിടുവിച്ചു. ദൂതനെ ഇറങ്ങി പത്രോസിനെ വിടുവിച്ചു. ദൈവത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. സ്തോത്രം. ആമേൻ. ഏത് പ്രശ്നത്തിന്റെ അകത്ത് നമ്മൾ അകപ്പെട്ടാലും അവിടെ വിടുവിക്കാൻ പോക്ക് വഴി ഒരുക്കാൻ കർത്താവിന് പറ്റും. ആ വിഷയത്തിൽ തന്നെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെങ്കിൽ എൻ്റെ ലക്ഷ്യം ഇതാണ്. ചില വിഷയത്തിന് വിടുതൽ വരണം. അതിലെല്ലാം ഉപരി ചില നീക്കുപോക്കുകൾ ഇന്ന് പകൽ ഇതിനകത്ത് നടക്കണം. ചില നീക്കുപോക്കുകൾ നടക്കണം. സ്തോത്രം. ഒന്ന് പറഞ്ഞ് നീക്കുപോക്കുകളെന്ന് പറയാൻ പറ്റുന്നല്ല. നാക്കൊക്കെ വടിക്കുന്നവരാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ. സ്തോത്രം. നീക്കുപോക്കുകൾ ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് നടക്കണം. ഇതിൻ്റെ അകത്ത് ഇന്ന് നീക്കുപോക്കുകൾ നടക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഒരാളോടെങ്കിലും പറഞ്ഞ് നീക്കുപോക്കുകൾ നടക്കുമെന്ന്. ഒരു ബലവുമില്ല. സ്തോത്രം. ചിലരൊക്കെ കണ്ണുരുട്ടിക്കൊണ്ട് പറയും നീക്കുപോക്ക് നടക്കുമെന്ന്. ഞാൻ നീക്കുപോക്ക് നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാലേ എന്തോ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? എടാ, നാളെ ഇന്നത് ഞാൻ ചെയ്യും. നാളത്തെ നിർണയം. ഇനി നിങ്ങൾ ഇത്രയും നേരുന്നുണ്ട്. നാളെ നീ മരിക്കും. നാളെ നീ നാളെ മരിക്കും. ആർക്കൊരു പേടിയില്ല. എന്ന് എഴുതി വെച്ചതിന് ഇന്ന് നീക്കുന്നതിന്റെ പേരാണ് നീക്കുപോക്ക്. ശ്രോത്രം അല്ലയോ? നമ്മള് ഇനി ഞാനിത് എങ്ങനെയാ പറയണ്ടേ? നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലയോ? കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മള് എല്ലാം ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം, അത് നമ്മൾ കാണേണ്ടവരെ കാണും, വിളിക്കേണ്ടവരെ വിളിക്കും. ഉള്ള ഇടയിൽ കൂടെ ഓടിച്ചെന്ന് കമന്ന് നടന്ന് യേശുവപ്പ സഹായിക്കണമെന്നും പറയും. എല്ലാം നമ്മൾ ചെയ്യും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാം, യോൻ പറഞ്ഞ് ഇതെല്ലാം പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നടക്കുമെന്ന്. പക്ഷെ പലപ്പോഴും നടക്കേണ്ടടുത്ത് എത്തുമ്പോൾ വേറൊരുത്ത നീക്കുപോക്കൊരുക്കും. തട്ടി മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ വിദഗ്ധമായിട്ട്. ഇന്നത് നേരെ തിരിയണം. ഇന്ന് നേരെ തിരിച്ച് പിശാച് ഒരുക്കിയ പദ്ധതികളെ തമ്പുരാൻ തട്ടി മാറ്റിയിട്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് തമ്പുരാൻ എത്തിക്കണം. സഹോദര, ദൈവം നമുക്ക് ഉദ്ധാരണത്തിന്റെ ദൈവമെങ്കിൽ, മരണത്തിന്റെ നീക്കുപോക്ക് ദൈവത്തിനുള്ളതെങ്കിൽ ഇന്ന് പകൽ ദൈവം അത് ചെയ്തു തന്നേ പറ്റൂ. സ്തോത്രം. യോഹന്നാൻ 8:36 ഇങ്ങനെയാ പറയുന്നേ: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഒറ്റ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കാം. പുത്രനാരാ? യേശു കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരെന്നല്ല, സാക്ഷാൽ സ്വതന്ത്രർ. അപ്പൊ സാക്ഷാൽ സ്വാതന്ത്ര്യം ആര് തരും? യേശു തരും. അപ്പൊ സാക്ഷാൽ അല്ലാത്ത സ്വാതന്ത്ര്യം ആര് തരും? സാക്ഷാൽ അല്ലാത്ത സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യം പറയുന്ന പല ഇടമുണ്ട്, പല ഹല്ലേലൂയ ദൈവങ്ങളുണ്ട്, പല വ്യക്തികളുണ്ട്, മനുഷ്യ ദൈവങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. പുണ്യവാളന്മാരുണ്ട്. എല്ലാം സ്വാതന്ത്ര്യം പറയുന്നേ. പക്ഷെ നീ സാക്ഷാൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നെങ്കിൽ അത് തരാൻ പറ്റുന്ന ഒരുവൻ യേശുവാ. അത് കർത്താവ് ഒരുക്കിയത് കാൽവരി ക്രൂശിലൂടെയാ. ആമേൻ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അനേകരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാനിരിക്കുന്നത് കൊണ്ട്, രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ആരാ? എന്തിനാ പാസ്റ്റർ ഇതിന്റെ അകത്ത് ഇപ്പൊ കയറി പറഞ്ഞ് ഈ സകല പ്രശ്നത്തിന്റെ ഉറവിടം എന്നതാ? പാപമല്ലയോ? പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന യേശു മാത്രം. അതുകൊണ്ടാ പറഞ്ഞത് സാക്ഷാൽ സ്വാതന്ത്ര്യം വരുത്താൻ യേശുവിനെ പറ്റൂ. കാരണം സാക്ഷാൽ നിന്റെ രോഗത്തെയും പാപത്തെയും വഹിച്ചത് യേശു മാത്രം. അപ്പൊ യേശു കർത്താവ് നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ സ്വതന്ത്രമാണ്. അതിന്റെ മറുവശം ഒന്ന് നിങ്ങൾ ചിന്തിച്ചേ. ആ സ്വാതന്ത്ര്യം വരാതെ ഈ സ്വാതന്ത്ര്യം ആർക്കാ വേണ്ടിയത്? അതാ ഞാൻ പറഞ്ഞത്, വിടുതൽ ആർക്കാ വേണ്ടിയേ? സ്വാതന്ത്ര്യം വേണ്ടി ബന്ധിക്കപ്പെട്ടവനല്ലേ, അടിമയായി കിടക്കുന്നവനല്ലേ. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ ഒരു ഉദാഹരണം ഇങ്ങനെ പറയും. നാട്ടും പുറത്ത് പശുവിനെ കെട്ടി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. പശുവിനെ പുല്ലുമേയാൻ കണ്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിയേ. ഇത്രയും പേര്. ഇനി കൈ താത്തിയേ. കൊണ്ട് കെട്ടിയിട്ടുള്ളവർ കൈ ഉയർത്തിയേ. കൊണ്ട് കെട്ടിയിട്ടുള്ളവര്. അയ്യോ, ഞാൻ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. സ്തോത്രം. ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ നല്ല പുല്ലുള്ള സ്ഥലത്തെ കൊണ്ട് കെട്ടത്തുള്ളൂ. ഈ ദൂതൊന്ന് മനസ്സിലാക്കിച്ച് നിങ്ങളെ ഒന്ന് കൊണ്ടുവരാനാണ് ഞാൻ ഈ പാടുപെടുന്നത്, അല്ലയോ? നല്ല പുല്ലുള്ളിടത്തല്ലേ കൊണ്ട് കെട്ടുന്നേ. പുല്ലുള്ളിടത്ത് കൊണ്ട് കെട്ടുമ്പോ ആർത്തിയോടെ ഈ പശു എന്ത് ചെയ്യും? പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് മേയുന്ന സ്ഥലം ഇങ്ങനെ ഒരു വട്ടം കാണാം.
ഒരു വട്ടത്തിൻ്റെ അകത്ത് നിന്ന് ഇത് അറിഞ്ഞുകൂടാത്തൊരു ഇത് കഴിഞ്ഞത് ഇവിടെ ഈ കണ്ടത്തിറങ്ങി നോക്കി വെച്ച് പോയാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഈ വട്ടത്തിൽ മേയും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മേയുമ്പോൾ തന്നെ ഈ പുല്ല് തീരും. നമ്മൾ കെട്ടിയേച്ച് പോയല്ലോ. ഈ പശു ഒന്ന് ഇങ്ങനെ വലിക്കുക, കണ്ടിട്ടുണ്ടോ? എന്തിനെന്നറിയാം? ഇതുവരെ കഴിച്ചു, ഇപ്പുറത്തെ പുല്ല് കിടപ്പുണ്ട്, ഇവിടെ പുല്ല് കിടപ്പുണ്ട്, പച്ച പുല്ല് കിടപ്പുണ്ട്, തൊടാൻ പറ്റുന്നില്ല, തൊടാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നോ? ഇത്രയും അപ്പുറത്ത് പുല്ല് കിടപ്പുണ്ട്, കണ്ട് കൊതി ഇറക്കുക, പക്ഷെ തൊടാൻ പറ്റത്തില്ല. കാര്യം എന്നതാ? കാര്യം എന്നതാ? നീ ഇത്ര നീളം പെയ്യാ മതി എന്ന് ആരോ തീരുമാനിച്ചു. ഇതിന്റെ അപ്പുറം നീ തൊടണ്ട. എന്നാ ഉണ്ടെങ്കിലും നിനക്ക് കടിക്കാൻ നിനക്ക് ഞാൻ അനുവദിച്ച അളവ് ഇത്രേ ഉള്ളോ സഹോദരൻ. പക്ഷെ കയറൊന്ന് അറുത്ത് വിട്ടാലോ? അതാ ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഈ പരിമിതി മനസ്സിലായിക്കൊള്ളണം. ഇതുപോലെ ഇരുന്ന് നമ്മൾ ഞെരുപിരി കൊണ്ട് ജീവിതം തള്ളി നീക്കുക. വേണമെങ്കിൽ ഇതിനേക്കാളൊക്കെ ഉയരാം, അല്ലേ? വേണമെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്താം. അധ്വാനിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെയൊക്കെ മാറ്റം വരാം. പഠിച്ചത് വെച്ചിട്ടൊക്കെ കുറച്ചുകൂടെ മാറ്റം വരാം. ചിന്തിച്ചത് വെച്ചിട്ട് കുറച്ചുകൂടെയൊക്കെ മാറ്റം വരാം. പക്ഷെ ഇത്ര മതിയെന്ന് പറഞ്ഞ് ബന്ധനമിടുന്നവന്റെ കയറിനെ വിടുവിക്കുന്നവൻ ഇറങ്ങി അറുക്കണം. പരിധി മാറും, പരിധി മാറും. ശ്രോത്രം, ഞാൻ ഈ പറഞ്ഞ പോലെ പലതും കണ്ട് നമുക്ക് ഒതിവിടാനേ പറ്റത്തുള്ളൂ, എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതാ, ശക്തമായി പ്രാർത്ഥിക്കണം. സ്വാതന്ത്ര്യം തരാൻ പറ്റുന്ന കർത്താവുണ്ട്. ഞാൻ മറുവശം അധികം പറയുന്നില്ല. നിങ്ങൾക്ക് നിത്യജീവൻ വേണമെങ്കിൽ തരാൻ പറ്റുന്ന യേശുവിൽ വിശ്വസിച്ചോളണം. അതിനെക്കുറിച്ചൊക്കെ നാളെ പറയാം. സ്തോത്രം. ഈ യേശു കർത്താവ് ഭൂമിയിലോട്ട് വന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരാനാ വന്നേ, അല്ലേ? യേശു കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തരാൻ യേശു എന്നാ എടുത്തേ? സമയമായല്ലോ. എന്നാ എടുത്തേ? ഉറക്കെ പറ. എനിക്ക് ഒറ്റ ദൂതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാനോ. കർത്താവ് എന്നാ എടുത്തു? അയ്യോ, നമുക്കൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. കർത്താവ് ക്രൂശിൽ, ഉറക്കെ പറ, കർത്താവ് ക്രൂശിൽ. ഇതിനകത്തുള്ള പ്രശ്നം എന്നാ? നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു തകരാറാണിത്. സ്തോത്രം. ഇന്നിപ്പോ നമ്മുടെ ഏഷ്യാനെറ്റുകാരെയൊക്കെ വിളിച്ചിട്ട് ഈ ക്രൂശീകരണം, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്കിറ്റൊക്കെ എഴുതാന്ന് വിചാരിച്ചു കേട്ടോ. സ്തോത്രം. കർത്താവ് പിന്നെ വിചാരിച്ചു ഈ വിഷയത്തെ വെച്ച് എങ്ങനെയാ കർത്താവിന്റെ ക്രൂശീകരണം ഇന്ന് നടന്നാൽ എങ്ങനെ ഇരിക്കും? വാർത്താ ചാനലുകാരെല്ലാം എവിടെ എത്തും? ക്രൂശിന്റെ ചുവട്ടിലെത്തും. നിങ്ങളൊന്ന് കണ്ടേ, ഇതിപ്പോ എന്റെ സമയം അങ്ങ് പോകും. അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ യേശുവിന്റെ ക്രൂശ് മരണം നടന്ന എങ്ങനെ ഇരിക്കും? റിപ്പോർട്ട് ഇവിടെ ഇരുന്നോണ്ട് വിനു വിളിച്ച് ചോദിക്കും. ആര്? പുള്ളി എനിക്ക് അറിയാമെന്നുള്ള വിനു, ഹാഷ്മി, ഇവരെയൊക്കെ അറിയുള്ളൂ. വേറെ ഉള്ളവരെ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ അധികം കേൾക്കാറില്ല. പുള്ളി ഇങ്ങനെ ഇൻട്രോ പറയുന്ന ഭയങ്കര ഇഷ്ടം. ആര്? ഹാഷ്മി. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഇഷ്ടത്തില്ല അങ്ങനെ അത് ഇതിൽ വരുമല്ലോ സോഷ്യൽ മീഡിയയിൽ. അല്ലാതെ ഇപ്പൊ സമയം കിട്ടാറില്ല, അധികം നോക്കാറില്ല. ഇഷ്ടത്തിന് നിങ്ങൾ ശ്രദ്ധിച്ച്. പുള്ളി ചോദിക്കും എന്നാ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് പെരുക്കി. ഞാൻ അതൊന്നും അനുകരിക്കുന്നില്ല, കുറച്ചൊക്കെ പറ്റും. അപ്പൊ അപ്പുറത്തുനിന്ന് റിപ്പോർട്ട് പറയും, വിനു അതിദാരുണമായത് സംഭവിച്ചു, യേശുദേവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഇരിപ്പണ്ടിട്ടാ ഞാൻ പറഞ്ഞത്, യേശുദേവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് റിപ്പോർട്ടർ അടുത്തടുത്ത് വിളിക്കും. ഇതാണ്ട് ഒരു മനുഷ്യൻ കാനാവിലെന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടില് വീഞ്ഞ് തീർന്നപ്പോ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നാ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ കൊണ്ടുവരും. അടുത്ത പറയും, വേണ്ടേ ഒരു മറ്റൊരാൾ നിപ്പുണ്ട്, 38 വർഷം മുടന്തനായി കിടന്ന ഒരുത്തൻ വന്ന് അദ്ദേഹം പറയുന്നത് 38 വർഷം ഞാൻ കുളക്കടവിൽ കിടന്നതാണ്, ഈ യേശുവാണ് എന്നെ എഴുന്നേൽപ്പിച്ചു. ഭയങ്കര ബൂസ്റ്റിംഗ് ആയിരിക്കും. ഇനി നിങ്ങളെ പൂരിപ്പിച്ചാൽ മതി, അല്ലേ? ഭയങ്കര വാർത്തയായിരിക്കും. പക്ഷെ അവരെല്ലാരും പറയും അതിദാരുണമായി ഇങ്ങനെയൊക്കെ ആണെങ്കിലും യേശുദേവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അടുത്ത് പിന്നെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, എല്ലാവരുടെയും നല്ലൊരു വിപ്ലവകാരിയായിരുന്നു. ആര് പറയും? എന്നാ ഇരിപ്പായിരിക്കുന്നേ? സ്തോത്രം. ആൾക്കാർ അങ്ങനെയല്ലേ മോനെ പറയത്തുള്ളൂ? നിങ്ങൾ അങ്ങനെയാണോ പറയുന്നേ? കാഴ്ചപ്പാടുള്ള ഒരു റിപ്പോർട്ട് ഒരുത്തൻ അവിടെ റിപ്പോർട്ട് കൊടുക്കാം, സാക്ഷ്യം പറയാൻ വന്ന അവൻ വിളിച്ചു പറയും, പൊന്നു മോനെ ദാണ്ട ഇത് കിടക്കുന്നതേ അതിദാരുണമായി കൊല്ലപ്പെട്ട് കിടക്കുകയല്ല, ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയിട്ട് കിടക്കുക. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയിട്ട് കിടക്കുക. അവരെ കണ്ണുരുട്ടിയാ പറയും, പിശാചിനെ, വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി ആമേൻ സ്തോത്രം ജയിച്ചു കിടക്കുന്ന യേശു കർത്താവ്. സ്തോത്രം.
എന്നെ ശ്രദ്ധിച്ചേ. നമ്മളിങ്ങനെ പറഞ്ഞു ബൂസ്റ്റ് ചെയ്യിച്ച് കൈയടിക്കുന്നതിനേക്കാൾ ആവേശത്തോടെ നിങ്ങൾ ഇരിക്കണം. കർത്താവിന് ദൈവം ചെയ്യുമോ? മറ്റുള്ളവൻ കാണുന്നത് പോലെ യേശുവിനെ കാണല്ലേ. മറ്റുള്ളവർ കാണുന്നത് പോലെ ദൈവത്തെ കാണരുത്. ദൈവത്തെ കാണേണ്ട വണ്ണം കണ്ടോളണം. ശ്രോത്രം, അവിടെ ഭക്തനുണ്ടെങ്കിൽ അതല്ലേ പറയും, അവനെ എല്ലാവനും കൂടെ കല്ലെറിയും. പക്ഷെ 3 ദിവസം കഴിയുമ്പോഴാ ചാനലുകാർ അവനെ തേടി പോകും. അവൻ പറഞ്ഞിരുന്നാണ് കറക്റ്റ് കാര്യം എന്നതാ. യേശു അതിന് റിപ്പോർട്ടർമാർ എന്നാ പറയും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ ഒരു കിംവദന്തി പരക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നൊക്കെ പറയും. ഇന്നായിരുന്നെങ്കിൽ കള്ളം നടക്കത്തില്ല. ഇതെല്ലാം ഉള്ളതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ നമുക്കവിടെ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിച്ചാൽ, സ്തോത്രം, മനുഷ്യന്റെ കണ്ണിന്റെ മുമ്പിൽ പരാജയമെന്ന് വ്യക്തമാണ്. ആത്മീക കണ്ണുകൊണ്ട് നോക്കിയാൽ മാത്രമേ അവിടെ ഒരു വിടുതലിനെ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ യേശു കർത്താവ് നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. എന്നെ ശ്രദ്ധിച്ചിരുന്നേ, ഈ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ചിന്ത ഇതിലോട്ട് വരണം. നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലാകണം. സാഹചര്യത്തെ നോക്കരുത്. എന്നിട്ട് ഞാൻ ഈ തമാശയൊക്കെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എന്നാ പറയുമായിരുന്നു അവിടെ. ഇന്നാണെങ്കിൽ നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറയും? നമ്മുടെ പ്രശ്നത്തിൽ നമ്മൾ എന്ത് പറയും? എന്തെങ്കിലും ഇനി സംഭവിക്കുമോ? എന്തെങ്കിലും അസാധാരണ മാറ്റം നടക്കുമോ? ഇന്നലെ പറഞ്ഞ ദൂതുകൾ നടക്കുമോ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തൊരു മാറ്റം വരും. എന്റെ പൊന്ന് സഹോദരിമാർ, ഇങ്ങനെ ഇരിക്കാതെ ആ മദ്യപിക്കുന്ന ഭർത്താവ് മാനസാന്തരപ്പെടും. അതെങ്കിലും പറ, ഇവിടെ ഇരുന്നുകൊണ്ട് പറ. സ്തോത്രം. ആ കൊച്ചിന്റെ ജോലി കിട്ടുമോ? പറ. സ്തോത്രം. ശക്തിയോടെ പറ. ആമേൻ. സ്തോത്രം. കർത്താവ് അത് ചെയ്യും. ദൈവം അത് ചെയ്യും. നിങ്ങൾ ഹാലുലിയ ശ്രദ്ധിച്ച. ഇനി ഞാനങ്ങ് അവസാനിപ്പിക്കാം അല്ലേ. സ്തോത്രം. ഈ യേശു കർത്താവിനെ ക്രൂശിൽ നിന്ന് ഇറക്കി എവിടെ കൊണ്ടുവച്ചു? കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. അറിയാന്നുള്ളവരൊന്ന് പ്രതികരിക്കണേ. സ്തോത്രം. കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കല്ല് ഉരുട്ടി വെച്ചു. നന്നായിട്ടൊന്ന് ഉരുട്ടി വേ. എന്നിട്ട് പിന്നെ എന്നാ എടുത്തു? ചങ്ങല കൊണ്ട് ബന്ധിച്ചു. എന്നിട്ട് എന്നാ ചെയ്തു? അത് ഉറക്കെ പറ. ആരുടെ മുദ്ര? ഉറക്കെ പറ. റോമൻ ഗവൺമെന്റിന്റെ മുദ്ര വെച്ചു. എന്നിട്ട് എന്നാ എടുത്തു? കാവൽക്കാരെയൊക്കെ വെച്ചു. ഇതെല്ലാം അറിയാന്നുള്ളതല്ലേ. ശ്രോതാവ്, ഞാൻ ഇനി പ്രസംഗിക്കാതെ പോയി ഇരിക്കട്ടോ. എല്ലാം അറിയാം അവർക്ക്. എല്ലാം പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. 100 മാർക്ക്. ശ്രോതരം, ഇതിന് മുമ്പ് ഒരു മരണം നടന്നപ്പോ കല്ലുരുട്ടി വെച്ചു. എവിടെയാ? ഉറക്കെ പറ. ആരുരുട്ടി വെച്ചു കല്ല്? ആൾക്കാരല്ലേ, ഒരു മനുഷ്യനല്ലേ ഉരുട്ടി വെച്ചേ. ആ കല്ല് ആരുരുട്ടി മാറ്റി? എല്ലാം നമ്മൾ യേശുവിന് കൊടുക്കണ്ട. ആരുരുട്ടി മാറ്റി? അതെന്തുകൊണ്ടാ മനുഷ്യൻ ഉരുട്ടിയെ? മനുഷ്യൻ ഉരുട്ടിയാൽ ആ കല്ല് ഉരുളും. അയ്യോ, മനുഷ്യൻ ഉരുട്ടിയാൽ ആ കല്ല് ഉരുളും. മനുഷ്യനോട് നീ ഉരുട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതിന് വല്ലതും പിടിയിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ് കൈയടിപ്പിക്കുന്നില്ല. വേണ്ട. എന്തിനാ അങ്ങനെ പ്രസവിക്കേണ്ട? നിങ്ങള് നല്ല ദൂതൊക്കെ അതിനകത്തുണ്ടല്ലേ. പതുക്കെ പറഞ്ഞു തരാം. ഇനി കുറെ കൈയടിപ്പിച്ചിട്ട് എന്നാ കിട്ടാനാ? ശ്രോതര, യേശുവിന്റെ കല്ലറയ്ക്കൽ എന്തിന് ചങ്ങലയൊക്കെ വെച്ചേ? അവർക്കറിയാം അപ്പുറത്ത് മനുഷ്യ ഉരുട്ടി, ഇതിന് ഉരുട്ടണ്ട. ഒന്നും പിടികിട്ടുന്നില്ലേ? അപ്പുറത്തവർക്ക് അനുഭവം ഉണ്ട്. ഒരു കല്ലറയിൽ വെച്ച കല്ലിന് ആര് ഉരുട്ടി? മനുഷ്യൻ ഉരുട്ടി മാറ്റി. ഇവിടെ എന്തിനാ ചങ്ങലയും മുദ്രയും? ഒന്ന് ഉറക്കെ പറ. മനുഷ്യൻ ഉരുട്ടരുത്. ആരുരുട്ടിയാലും ഉരുളരുത്. വിടുതൽ നടക്കരുത്. സ്തോത്രം. ആമേൻ. അവിടെ കർത്താവ് ഈ പിശാചിനെ അത് അറിഞ്ഞൂടാത്ത കേട്ടോ. പിശാചിനെ അത് അറിഞ്ഞൂടാത്ത. പിശാച് മണ്ടനല്ലേ, ലോക മണ്ടനല്ലേ പിശാച് അല്ലേ? ഉറക്കെ പറ. ഞാന് സത്യമായിട്ട് ഞാൻ പടങ്ങ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന ലോക മണ്ടനല്ലയോ പിശാച്? ഈ പണ്ട് പുള്ളി ഭയങ്കര തന്ത്രം മെനഞ്ഞ് എന്ത് ചെയ്തു? യേശുവിന്റെ പുറകെ നടന്ന് അവസാനം കൊണ്ട് ക്രൂശിൽ കൊന്നിച്ച്, ക്രൂശിൽ തറച്ചേച്ച് പുള്ളി നിന്ന് എന്ത് ചെയ്തു? ചാടി കളിച്ചു, ഒതുക്കി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവന് മനസ്സിലായി, എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം ലോകത്തില് ഒരു മനുഷ്യന് പറ്റിയിട്ടില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായി. എങ്ങനെയാ മനസ്സിലായി? പണ്ട് യേശു കർത്താവ് നടക്കുന്ന സകല ദുർഭൂതങ്ങളും കൂടെ
യേശുവിൻ്റെ പറയടാ, അവൻ ഇടത്തോട്ട് തിരിഞ്ഞാൽ പിടിച്ചോണം, വലത്തോട്ട് തിരിഞ്ഞാൽ പിടിച്ചോണം എന്ന് പറഞ്ഞാൽ ഒതുക്കാൻ. ഇപ്പം 6000 ഭൂതത്തെ ഒതുക്കാൻ പോയി. അപ്പം എന്ത് ചെയ്തു? പടകിനെതിരെ കാറ്റടിച്ച് എല്ലാ കണ്ണും യേശു. 30 കോടി ആർക്കെതിരെയാ? അയ്യോ, യേശുവിനെതിരെ. ഇപ്പോഴോ പുള്ളി അങ്ങ് കൊന്നെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, ജയിച്ചതാ യേശു. ശ്രോത്രം, ആരെന്ത് പറഞ്ഞാലും യേശു ജയിച്ചതാ. യേശു ജയിച്ചേച്ച് ഇപ്പൊ എന്നെ എടുത്തു. ആ അധികാരം എനിക്ക് തന്നു. ഇപ്പൊ താണ്ടി അങ്ങ് നിന്നവൻ ഇപ്പൊ കണ്ണൻകുഴിയിലും അവന് ശുശ്രൂഷിക്കണം. കാര്യം എന്താണെന്നറിയാം? കണ്ണൻകുഴി ബിനിൽ പാസ് എഴുന്നേറ്റുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോടാന്ന്. അപ്പൊ എനിക്ക് ചുറ്റും ഒരു 4 ഡ്യൂട്ടി കിട്ടും. അവൻ, നീ യവനെ പിടിച്ചോളണം, യവൻ ആ ദേശത്തെ ഒതുക്കാതെ പിടിച്ചോളണമെന്ന്. അപ്പൊ 4 കൂടെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഉറ്റിരുന്നപ്പോഴാണ് എൻ്റെ മോൾ എഴുന്നേറ്റുന്നുണ്ട് പറയാം യേശുവിന്റെ നാമത്തില്. അപ്പൊ 4 അവിടെ ഡ്യൂട്ടിക്ക്. സഹോദരൻ, അവൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ അവളെ പൂട്ടാൻ നോക്കിയപ്പോൾ അടുത്തിരുന്നവൾ എഴുന്നേറ്റുന്നോണ്ട് പറയാം യേശുവിന്റെ നാമത്തില് വിട്ടുപോടാന്ന്. യോമാരെല്ലാം കൂടെ എഴുന്നേറ്റ് ഇപ്പൊ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുക. ഇനി ഒന്നും നടക്കത്തില്ല. വല്ലതും പിടിയിട്ടത് ആർക്ക് സന്തോഷം വരാൻ? ശ്രോത്രം, അതുകൊണ്ട് അവൻ ഇന്ന് ചെയ്താലും ലോക ബോഷത്തെ അവൻ ചെയ്യത്തുള്ളൂ. ശ്രോത്രം, ആമേൻ. കർത്താവ് ഇന്ന് പകലും നമുക്ക് ജയത്തെ തരും. ഞാൻ പറഞ്ഞ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രോത്രം, എങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചാലും പരിധി വിട്ട് ഞങ്ങൾ സന്തോഷിക്കത്തില്ലെന്ന് പറയുന്നവരോട് അവരെ സന്തോഷിപ്പിക്കാൻ നിയോഗം എടുത്ത് വരുന്ന ഞങ്ങളെയൊക്കെ തിരണ്ടി വാലിന് തല്ലി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു. ശ്രോത്രം, എന്നെ പോലുള്ള പ്രസംഗകരെയൊക്കെ ശ്രോത്രം, ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോഴേ അറിയാം ഇതിനപ്പുറം ഞാൻ ചലിക്കത്തില്ല, ഇതിനപ്പുറം ഞാൻ തുറക്കത്തില്ല, ഇതിനപ്പുറം ഞാൻ കൈ അടിക്കത്തില്ല. എനിക്കൊരു മാറ്റം വരുത്താൻ പാസ്റ്റർ ശ്രമിക്കണ്ട. ഇതൊക്കെ 5 കൊല്ലം കൊണ്ട് എന്നോട് പറഞ്ഞിട്ട് ഈ 6ാം കൊല്ലവും വന്ന് ശ്രമിക്കുന്ന എന്നെ പിന്നെ എന്നെ എടുക്കണം. ശ്രോത്രം, ഹല്ലേലൂയ. ശ്രോത്രം, വല്ല മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ മരിച്ചുകൊള്ളണേ. കാരണം സേവിക്കുന്ന ദൈവം ആരെന്നറിയണം. എൻ്റെ ഒരു വാഞ്ചയാണ് ഇതിനകത്ത് കാൽ ചവിട്ടുന്ന ഒരൊറ്റ കുടുംബം പിശാചിന്റെ അധീനതയിൽ അവൻ ഒതുക്കി എന്ന് പറഞ്ഞ് കിടക്കാൻ പാടില്ല. വിടുവിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ ആ വിടുതൽ ഞാനും സഭയും അനുഭവിച്ചേ പറ്റൂ. ഈ പറയുന്ന വചനങ്ങൾ ശക്തമായി പിശാചിന്റെ മേഖലകളെ പൊളിക്കണം. അതിന് വിശ്വസിക്കണം. സഹോദരം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ശാന്തമായി പറയാം. മനുഷ്യൻ ഉരുട്ടി വെച്ച കല്ലിനെ മനുഷ്യനെ കൊണ്ട് ഉരുട്ടിച്ചു. കാര്യം എന്നാണെന്നറിയോ? മനുഷ്യൻ ഉരുട്ടിയാൽ അത് മാറും. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണേ. നിന്റെ ലൈഫിൽ മനുഷ്യൻ നീക്കിയാൽ നീങ്ങുന്ന പ്രശ്നമാണെങ്കിൽ തമ്പുരാൻ അത് മനുഷ്യനെ കൊണ്ട് നീക്കും. സഹോദരൻ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങാതെ കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. ഒരു ഡോക്ടർ നീക്കിയാൽ നീങ്ങുമെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് നീക്കും. മനസ്സിലാവുന്നോ? ഒരു മനുഷ്യൻ പറഞ്ഞാൽ നടക്കുമെങ്കിൽ അവനെ കൊണ്ട് പറയിച്ചോളും. ഇതിനേക്കാൾ ഞാൻ എങ്ങനെയാ വ്യക്തമാക്കേണ്ടേ? സ്തോത്രം, നിന്റെ കഴിവ് കൊണ്ട് നടക്കുമെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട് ദൈവം ചെയ്യിക്കും. പിന്നെ ഇനി ഇതൊക്കെ പറയുമ്പോഴും നിനക്ക് വേണ്ടി ഞാൻ പറയത്തില്ല. ഇനി ചിലടത്ത് കണ്ടിട്ടില്ലേ, ഞാൻ അവന്റെ പേപ്പർ അങ്ങ് മാറ്റി ഇട്ടരെ, പ്രാർത്ഥിക്കുന്നവന്റെ പേപ്പർ മാറ്റി ഒപ്പ് വയ്ക്കത്തില്ല. അവന്റെ കയ്യെ പിടിച്ച് ദൈവം അവന്റെ നാവിനെ പുറത്ത് കൊളുത്തിയെടുത്ത് നിനക്ക് വേണ്ടി സംസാരിപ്പിക്കും. മനസ്സിലാവുന്നോ? എന്റെ ദൈവം ശക്തനാ. സ്തോത്രം, എന്റെ ദൈവം ശക്തനാണ്. മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതും മനുഷ്യൻ തടുത്തു വെച്ചതും വിളിച്ചു പറയും. ഉരുട്ടുള്ള കല്ല്, ലാസർ വെളിയിൽ വരണ്ട, ഇനി വരാൻ പറയും. ഉരുട്ട്, നീയല്ലേ ഉരുട്ടി വെച്ച അവൻ വെളിയിൽ വരണ്ടെന്ന്. എനിക്ക് അവനൊരു വിടുതൽ കൊടുക്കണം. ആ വിടുതലിന് തടസ്സമായിട്ട് നീ ഉരുട്ടി വെച്ച കല്ലിന് നീ തന്നെ ഉരുട്ടാൻ പറയും. മനസ്സിലാകുന്നോ ദൂത്? മനുഷ്യനെ കൊണ്ട് നീക്കേണ്ടത് നിന്റെ വിടുതലിന് തടസ്സമായി മനുഷ്യൻ വച്ചതിന് മനുഷ്യനെ കൊണ്ട് എടുത്തു മാറ്റി സർവശക്തൻ നിന്നെ വിടുവിക്കും. സർവശക്തൻ നിന്നെ വിടുവിക്കും. സർവശക്തൻ നിന്നെ വിടുവിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ വിഷയം. ഇത് കണ്ട പുള്ളികൾ എന്നെ എടുത്തു, മനുഷ്യൻ ഉരുട്ടരുത്, ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ഈ വിഷയത്തിനൊരു പ്രശ്നം എന്നാണെന്നറിയോ? ഒരു അധികാരത്തിന്റെ അടിയിൽ കൊണ്ടുവന്ന് ഈ പ്രശ്നത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാട് പോയി. വിശദീകരിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ ഇത് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് ആത്മാവിൽ കണ്ടോണ്ട. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ പ്രശ്നത്തെ മനുഷ്യൻ പൊളിക്കരുതെന്ന് പറഞ്ഞ് മറ്റൊരു അധികാരത്തെ ഇതിന്റെ പുറത്ത്, ഇപ്പൊ ഇത് ഒരു അധികാരത്തിന് കീഴില, വേറെ ആർക്കും തൊടാൻ പറ്റാതെ
ആ ദേശത്തിന്റെ അധികാരി മുദ്ര ചെയ്ത് ആ അധികാരത്തിന് കീഴിൽ അടച്ചു. സ്തോത്രം. യേശു അകത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ലോക മനുഷ്യൻ ചെയ്തത്, ഒരു മനുഷ്യൻ തള്ളിയാൽ ഈ കല്ല് ഉരുണ്ടുപോകും. അവിടെയല്ലയോ നമ്മൾ തോറ്റുപോകുന്നേ. ഞാനും നിങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചാലും നടക്കരുത്. ഇതിന്റെ ആത്മീക വിഷയത്തിലോട്ട് വരണേ. ഞാനും നിങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചാലും നടക്കരുത്. അത് നടക്കാതിരിക്കാൻ മറ്റൊരധികാരത്തെ എന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക, മറ്റൊരു ചങ്ങല കൊണ്ട് കെട്ടി ആര് വിചാരിച്ചാലും ഉരുട്ടാനും മാറ്റാനും പറ്റാതെ ഇതിനെ അങ്ങ് മുദ്ര ചെയ്തു. ഇനിയിപ്പോ ഇവിടത്തെ സ്തോത്രം ആര് വിചാരിച്ചാലും എന്റെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. തീരുമാനം മറ്റൊരാൾ എടുത്തു കഴിഞ്ഞു, എന്നേക്കുമായി അകത്തിരുന്നോളണം. ചങ്ങല വെച്ച് അടച്ച് അധികാരത്തിന്റെ മുദ്രയും വച്ച് പൂട്ടിക്കഴിഞ്ഞു. സ്തോത്രം. ഇനിയിപ്പോ ആരൊക്കെ വിചാരിച്ച്, അതുകൊണ്ടല്ലേ ആര് കല്ലുരുട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രയാസം വന്ന് ആര് വിചാരിച്ചാലും നിന്റെ വിഷയത്തിന് വിടുതല് വരത്തില്ല. പക്ഷെ ഞാൻ ഇവിടെയും പറയുന്നു, എന്റെ ദൈവം വിടുതലിന്റെ ദൈവമാണ്. എന്റെ ദൈവം വിടുതലിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ, അവൻ നീക്കുപോക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ, മുഴുവൻ മനുഷ്യനും ചേർന്ന് നിർണയിച്ച ആ നിർണയത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തമ്പുരാൻ പൊളിച്ചു. അവിടെ മനുഷ്യനോട് ദൈവം പറഞ്ഞില്ല കല്ലുരുട്ട. കാരണം ദൈവത്തിനറിയാം മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ സഹായം സ്തോത്രം ഇവിടെ ഇരിക്കുന്ന എന്റെ കൂട്ടുദാസന്മാരിലൂടെ നടക്കുമെങ്കിൽ അവരോട് പറയും. അവർ ചെയ്താൽ മതി. അവർ ചെയ്താൽ നടക്കത്തില്ലെങ്കിൽ ദൈവം അവരോട് പറയത്തില്ല. ദൈവം ഭോഷനല്ല. ദൈവം ദൂതനോട് പറഞ്ഞു, നീ ഇറങ്ങിച്ചെന്ന് ആ കല്ലിനെ ഒന്ന് ഉരുട്ടണം. എന്താ ദൈവമേ നീ ഇപ്പൊ ദൂതനോട് പറഞ്ഞു? എന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താ നീ ദൂതനോട് പറഞ്ഞേ? ദൈവം പറയടാ, അതുങ്ങൾക്ക് കഴിയത്തില്ല. അതുങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റാതെ അവിടെ കെട്ടിക്കളഞ്ഞു. അതുങ്ങൾ വിചാരിച്ചാൽ അത് ചലിക്കത്തില്ല. അതുകൊണ്ട് നീ നേരിട്ട് ഇറങ്ങണം. ദൂതനോട് പറഞ്ഞ് കല്ലുരുട്ടാൻ. എന്താ ഇത്രയും സമയം ഞാൻ ഈ ഭാഗം വിശദീകരിച്ച് പറഞ്ഞതിന്റെ സാരമെന്നറിയോ? ഇന്ന് പകൽ ഈ രണ്ട് മേഖലയിലും വിടുതൽ നടക്കണം. വിടുവിക്കുന്ന ദൈവമെന്ന് നീ വിശ്വസിക്കുമ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ച് നിന്റെ വിടുതൽ നിന്റെ കരത്തിൽ ചേരുക. ഒരു മനുഷ്യൻ ചെയ്താൽ നടക്കത്തില്ല. അത് നടക്കാത്ത വിധം നീയും നമ്മുടെ സഭയും ഒരുമിച്ച് വിചാരിച്ചാലും നടക്കാതിരിക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭൂമിയിലാണ്. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാലും നടക്കരുതെന്ന് പറഞ്ഞ് അധികാരവും ശക്തിയും എല്ലാം കൊണ്ട് നമ്മെ ഒതുക്കാൻ അടച്ചു വച്ചെങ്കിൽ സ്വർഗം എന്നെയും നിന്നെയും കഷ്ടപ്പെടുത്തത്തില്ല. മറ്റൊരോട് ആളോട് പറഞ്ഞ് മെനക്കെടുത്തത്തില്ല. ഈ പകൽ നീയും ഞാനും വിശ്വസിച്ച് ആരാധിക്കുമ്പോൾ അവന്റെ ദൂതന്മാരെ ഇറക്കി അവൻ ചെയ്യേണ്ടത് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, പിശാച് എത്ര ബലത്തോടെ വച്ചത് നീ ഹല്ലേലൂയ വിടുവിക്കപ്പെടരുതെന്ന് പറഞ്ഞ് ശത്രു വച്ചത് ഏതെല്ലാം തരത്തിലാണെങ്കിലും അതിനെ തമ്പുരാൻ പൊളിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിയമ കുരുക്കുകളെ അഴിക്കും. നിയമത്തിന്റെ കുരുക്കുകളെ അഴിക്കും തന്റെ മക്കൾക്ക് വേണ്ടി. ആർക്കും ചലിക്കാൻ പറ്റാത്ത വിധം കുരുക്കിയതിനെ തമ്പുരാൻ അഴിച്ച് നിന്നെ വിടുതലിലേക്ക് കൊണ്ടുവരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ ദൂത് വിശ്വസിക്കുന്നവർ ശക്തിയോടെ പ്രാർത്ഥിച്ചോളണം. അദൃശ്യ മണ്ഡലത്തിൽ ഇനി ഈ വിഷയത്തെ ചലിപ്പിക്കരുതെന്ന് പറഞ്ഞ് പിശാച് കെട്ടിയ കെട്ടിനെയും ദൂതൻ ഇറങ്ങി ഒറ്റ തട്ട് കല്ലുരുളും. അതല്ല ഏതൊക്കെയോ മനുഷ്യൻ തടുത്തെങ്കിൽ ദൈവം ആജ്ഞ കൊടുക്കാൻ പോകുക. ഉരുട്ടി മാറ്റടാ അവന്റെ മുമ്പിൽ നിന്ന് കല്ല്. അവളുടെ മുമ്പിലെ തടസ്സത്തെ ഉരുട്ടി മാറ്റി കൊടുക്ക. നിങ്ങൾ പറ, ഇതിന്റെ അകത്ത് നിന്റെ വീട്ടിലെ വിഷയം, നിന്റെ പഠന സ്ഥലത്തെ വിഷയം, നിന്റെ ഓഫീസിലെ വിഷയം, നിന്റെ ഹല്ലേലൂയ പുറത്ത് ജോലി സ്ഥലത്തെ വിഷയം, എവിടെയാണ് ഇന്ന് പകൽ കല്ലുകൊണ്ട് അടച്ചതുപോലെ പിശാച് തടസ്സം വെച്ചത്? അതിനെ തമ്പുരാൻ ഉരുട്ടിക്കളയും. വിശ്വസിക്കാൻ പറ്റുമോ? ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നമ്മൾ ആഴമായ വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ 2 മിനിറ്റ് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുക. സ്തോത്രം. നമ്മുടെ സമയമെത്തി. എഴുന്നേൽക്കുന്നവർ കണ്ണടയ്ക്കണം. ശക്തമായൊരു പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങണം. ശക്തമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ശബ്ദത്തെക്കാൾ വിശ്വാസം, ആഴത്തിലെ വിശ്വാസം. അങ്ങനെ ആഴമായ വിശ്വാസത്തോടെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ തകരേണ്ടവൻ തകരും. ശത്രു ഹല്ലേലൂയ അടിയറവ് പറയും. നാളെ നിശ്ചയിക്കപ്പെട്ട ചിലത് തമ്പുരാൻ ഇറങ്ങി ഇന്ന് നീക്കുപോക്കൊരുക്കും. തുടക്കം തൊട്ട് പറഞ്ഞ ദൂതുകൾ ആവർത്തിക്കാൻ സമയമില്ല. പക്ഷെ അതിനകത്ത് ഗൗരവമുണ്ട്.
ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി ഒരുമിച്ച് കരയാൻ, പ്രാർത്ഥിക്കാൻ, അധികാരത്തോടെ ശബ്ദമുയർത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തരിക. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആർക്കെങ്കിലും ഹല്ലേലൂയ അതുപോലെ ഞാൻ പറയുന്നു, അസാധാരണമായ രീതിയിൽ ഒരു വിശ്വാസമകത്ത് എനിക്ക് വേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥന വേണം. കരം വെച്ച് പ്രാർത്ഥിക്കണം. ശക്തമായ ദൈവത്തിന്റെ വിടുതൽ എനിക്ക് വേണം, അത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന വേണമെന്ന് ആർക്കെങ്കിലും ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് മുമ്പിലേക്ക് വരാം. എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നിധി അടച്ച് ആഴമായ പ്രാർത്ഥനയുടെ സമയം.